ത്രിയേക ദൈവത്തിന്റെ തന്നെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പെരുമലസമയനാരുടെ മാനേജരായിരിക്കുന്ന വന്ദനായിരിക്കുന്ന റമ്പാച്ചൻ, കർത്താവിൽ വന്ദനായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ള മാത്യൂസ് അച്ഛൻ, വൈദിക സെമിനാരി വിദ്യാർത്ഥികളെ, ശുശ്രൂഷകരെ, മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, സഹോദരങ്ങളെ, നോമ്പിന്റെ ആദ്യ ഞായറാഴ്ച ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ നിന്നുകൊണ്ട്, പരിശുദ്ധന്റെ കബറിടത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തിരുവചനം പ്രസംഗിക്കുവാനായിട്ട്, ധ്യാനിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന വലിയ നിമിഷത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ 40 രാവും 40 പകലും ഉള്ള ഉപവാസത്തെയും നോമ്പിനെയും ഓർത്തുകൊണ്ട്, അതിനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ജീവിത ശുദ്ധിക്കായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാനുള്ള അവസരങ്ങളാണ് വലിയ നോമ്പിൻ്റെ ദിവസങ്ങൾ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കണം. ആത്മവിശുദ്ധി വരുത്തി ദൈവത്തെ ദർശിക്കുവാനുള്ള ഒരു പക്ഷിയുടെ 2 ചിറക് പോലെ പ്രാർത്ഥനയിലൂടെയും നോമ്പിലൂടെയും ദൈവസന്നിധിയിലേക്ക് പറന്നു കയറുവാനുള്ള മുഖാന്തരമായി ഈ ധന്യനിമിഷങ്ങളെ കാണുവാനായിട്ട് നമുക്കിടയാകേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ലോകത്തിൽ പ്രയാസങ്ങളും വൈരുദ്ധ്യങ്ങളും പലവിധങ്ങളായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥനയിലൂടെ അതിനെല്ലാം അതിജീവിക്കുവാനായിട്ട് സാധിക്കണം. നോമ്പിന്റെ 2ാമത്തെ ആഴ്ചയിലേക്ക് നാം കടന്നു വരികയാണ്. കുഷ്ഠരോഗിയെ യേശു തമ്പുരാൻ സൗഖ്യമാക്കുന്ന ദിവസത്തിലേക്ക് കടന്നു വരികയാണ്. കുഷ്ഠരോഗികൾക്ക് വേണ്ടി പ്രത്യേകം സഭ പ്രാർത്ഥിക്കുന്നു. കുഷ്ഠരോഗികളെ സഹായിക്കുവാനായിട്ട്, പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരെ സഹായിക്കുവാനായിട്ട് നാം എല്ലാവരും ഒരുക്കുവാനുള്ള ആഹ്വാനങ്ങളും സൽക്കർമ്മങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന നിമിഷങ്ങളുമൊക്കെയുമാണ്. കുഷ്ഠരോഗിയുടെ ആഴ്ചയിലൂടെ കടന്നു പോകുമ്പോൾ വലിയൊരു പ്രാർത്ഥനയാണ്, പൗരസ്ത്യ പിതാക്കന്മാരുടെ വലിയൊരു പ്രാർത്ഥനയാണ് ആ വേദഭാഗത്തിലൂടെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവേ, അവിടുത്തേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാനായിട്ട് കഴിയും. ദൈവസന്നിധിയിൽ കുഷ്ഠരോഗി നിലവിളിക്കുകയാണ്, കർത്താവേ, ദാവീദുപുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ നിലവിളിക്കുകയാണ്. പരുമലപ്പള്ളിയിൽ വന്ന് നമ്മളെല്ലാവരും അയ്യം വിളിക്കുകയാണ്, കർത്താവേ, പരിശുദ്ധനായ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കണമേ. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് ഞാനും നിങ്ങളും. പരിശുദ്ധന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിച്ചിട്ടുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ ഈ ദേവാലയത്തിൽ നിന്ന് നമ്മൾ പ്രാപിച്ചിട്ടുള്ളതാണ്. ആ ദൈവസന്നിധിയോട് പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ അവസരമാണ്. കർത്താവേ, ദാവീദുപുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുന്ന കുഷ്ഠരോഗിയെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. കർത്താവ് നിന്നു, അവനെ തൊട്ടുകൊണ്ട് പറയുകയാണ്, ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? കർത്താവേ, എനിക്ക് സൗഖ്യമാകണം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാനായിട്ട് കഴിയും. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് ആധുനിക ആത്മീയത എന്ന് പറയുന്നത് അവരവരുടെ ഇഷ്ടം പോലെ അനുസരിക്കുന്ന ദൈവങ്ങളെ പലപ്പോഴും നമ്മൾ കാണുവാനായിട്ട് ശ്രമിക്കുകയാണ്. എൻ്റെ ഇഷ്ടം അനുസരിക്കുന്ന ഒരു ദൈവത്തെ പലപ്പോഴും നമ്മൾ കാണുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ആത്മീയതയിൽ വന്നു പോകുന്ന വൈകല്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഥാർത്ഥ ആത്മീയത എന്താണ്? കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാനായിട്ട് കഴിയും. നമ്മളോട് കരുണയുള്ളവനായ കർത്താവാണ്. നമ്മുടെ കടമിളച്ചു തരുന്നവനായ അരുമപിതാവിന്റെ സന്നിധിയിലാണ് നാം നിൽക്കുന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ ഇപ്രകാരമുള്ള പ്രാർത്ഥന നമ്മുടെ അന്തരാത്മാവിൽ നിന്നും ഉയരുവാനായിട്ടിടയാകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഓർപ്പിച്ചത്, ഇത് വലിയ പൗരസ്ത്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാനായിട്ട് കഴിയും. നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്രകാരമുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയങ്ങളിൽ ഉയരണം. എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന ഒരു ദൈവമല്ല. ഗസമനായിൽ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ കാസ നീങ്ങുവാനായിട്ട് ഇടയാകേണ്ടമേ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ഹിതം ചോദിക്കുന്ന വ്യക്തികളായിട്ട് ഉയരുവാനായിട്ട് നമുക്ക് സാധിക്കണം. മാർട്ടിൻ ബൂവർ എന്ന് പറയുന്ന ഒരു യഹൂദ ദൈവശാസ്ത്രജ്ഞൻ അയ്യാൻ ദൗ എന്നുള്ള ഒരു അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുകയാണ്, എന്താണ് യഥാർത്ഥമായ ആത്മീയത? നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള ഒരു ദൈവമല്ല. എൻ്റെ ഇഷ്ടങ്ങൾ ദൈവത്തിൻ്റെ, എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ആ ദൈവത്തിൻ്റെ ഹിതമാകണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായ ആത്മീയത എന്ന് പറയുവാനായിട്ടിടയാകുന്നത്. ദൈവസന്നിധിയിൽ, ദൈവമേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ അനുഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തെ എല്ലാം അറിയുന്നവനായ, സൗഖ്യമാക്കുന്നവനായ,
കരുണയുള്ളവനായ ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം നിൽക്കുന്നത്. ഈ വിശുദ്ധ നോമ്പിലെ, വലിയ നോമ്പിലെ ആഴ്ചകളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ, കുത്തിന്റെ ഞായറാഴ്ചയുടെയും കുഷ്ഠരോഗികളുടെ ഞായറാഴ്ചയുടെയും വരുന്ന എല്ലാ ഞായറാഴ്ചകളുടെയും വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ സൃഷ്ടിയോട് കരുണയുള്ളവനായ ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൻ സൃഷ്ടിയോട് തൻ്റെ സന്നിധിയിലേക്ക് മനസ്താപത്തോടുകൂടി, അനുതാപത്തോടുകൂടി, പശ്ചാത്താപത്തോടുകൂടി കടന്നു വരുന്ന മക്കളോട് കരുണയുള്ളവനായ ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് നമുക്ക് വായിക്കുവാനായിട്ട്, പഠിക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുള്ള ഒരു ദൈവമാണ്. ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് വേദോസ്തത്തിൽ അനേകം പ്രാവശ്യമാണ്. 366 പ്രാവശ്യമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഭയപ്പെടേണ്ട, ഐ ആം വിത്ത് യു, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ഒരു സന്ദേശം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. ഒരു വർഷമെന്ന് പറയുന്നത് 365 ദിവസമേ ഉള്ളൂ. 4 വർഷം കൂടുമ്പോഴാണ് ഒരു ലീപ്പ് ഇയർ ഉണ്ടാകുന്നത്, ഒരു വർഷം കൂടി ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെയെല്ലാം 366 പ്രാവശ്യത്തിനപ്പുറമായി നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രയാസങ്ങളും നിന്റെ നൊമ്പരങ്ങളും നിന്റെ രോഗവും ബുദ്ധിമുട്ടുകളും എല്ലാം എൻ്റെ പാദത്തിൽ സമർപ്പിച്ചുകൊള്ളുക, ഞാൻ നിന്നെ സൗഖ്യമാക്കും. മനുഷ്യ, നിനക്ക് പരിധികളുണ്ട്, നിനക്ക് പരാധീനതകളുണ്ട്, കുറവുകളുണ്ട്. പരിധിയില്ലാത്തവനായ ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നീ നിൽക്കുന്നുള്ളൊരു ബോധ്യമാണ് ഈ അവസരത്തിൽ നമ്മെ ഭരിക്കേണ്ടത്. ദൈവസന്നിധിയിലൂടെ കടന്നു പോകുമ്പോൾ, ഈ പരിശുദ്ധമായ വലിയ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ പ്രാർത്ഥനയിലൂടെയും നോമ്പിലൂടെയും ആത്മവിശുദ്ധിയിലൂടെയും നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഇന്നയോളം ദൈവം എന്നെ വഴി നടത്തി, ഞാൻ പോകേണ്ടുന്ന പാതകളിലെല്ലാം ദൈവത്തിന്റെ അദൃശ്യമായ കരുണകൾ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി, ഒരു ആശ്രയ മനോഭാവത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അമുഖ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. ഈ പരിശുദ്ധ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ കരുണ കാണുവാനായിട്ട് ദീനാനുകമ്പയും മനസ്സിലും ദൈവത്തിൽ നിന്ന് നമ്മൾ സാംശീകരിക്കുവാനും, അങ്ങനെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മറ്റുള്ളവർ ദീനാനുകമ്പയുള്ളവരായി, മനസ്സിലുള്ളവരായി, സ്നേഹമുള്ളവരായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 25-ാം വാക്യമാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. അവിടെ ഇപ്രകാരം നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു: എന്നാൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെ താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരും ഉണ്ടായിരുന്നില്ല. അവന്റെ ഭാര്യ ഇസബേൽ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചിരുന്നു. എന്നാൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെ താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. അവന്റെ ഭാര്യ ഇസബേൽ അതിനെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രയേലിലെ വലിയൊരു യുവരാജാവിനെ നമുക്കവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കുകയാണ്. ഇസ്രയേലിലെ മഹാനായ രാജാവ് ആസയുടെ 12-ാം ആണ്ടിൽ ശമര്യയിൽ രാജാവായിരുന്ന ഓമ്രിയുടെ പുത്രനായ ആഹാബ്. ആഹാബ് വളരെ ഭരണതന്ത്രജ്ഞമുള്ളവനായിരുന്നു, വളരെ ഭരണ നൈപുണ്യമുള്ളവനായിരുന്നു. 22 വർഷക്കാലം ഇസ്രയേലിൽ ശമര്യയിൽ അദ്ദേഹം രാജഭരണം നടത്തുവാനായിട്ട് സാധിച്ചു. പക്ഷെ ആഹാബിന്റെ ജീവിതത്തെക്കുറിച്ച് യഹോവയായ ദൈവം പറയുകയാണ്, ആഹാബിന്റെ ജീവിതം വളരെയധികം മോശമായിരുന്നു. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികളോടുകൂടി അവൻ കടന്നു പോകുവാനായിട്ടിടയായി. നോർത്തു നോക്കുക, ഇസ്രയേലിന്റെ വളരെ യുവ കോമളനായിരിക്കുന്ന ആഹാബിനെ കുറിച്ച് യഹോവയാ ദൈവം പറയുകയാണ്. എല്ലാ ഹൃദയവിചാരങ്ങളെയും നിലവുകളെയും അറിയുന്നവനെ യഹോവയാ ദൈവം പറയുകയാണ്, ആഹാബിന്റെ ജീവിതം പരാജയപൂർണമായിരുന്നു. ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ വളരെ മാന്യമായി ജീവിക്കുന്ന അനേകം ആളുകളുണ്ട്. അടുത്ത കാലത്തുമുള്ള പത്രങ്ങളിൽ ഞെട്ടിക്കുന്ന വാർത്തകളാണ് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. സ്വന്തം കുഞ്ഞുങ്ങളെ പോലും വിൽപ്പന ചരക്കാക്കി വിൽക്കുന്ന മാതാപിതാക്കള്, അവരിഷ്ടമുള്ള ജോലിയിലേക്ക്, അവർക്കിഷ്ടമില്ലാത്ത ജോലിയിലേക്ക് അവരെ വഴിതിരിച്ച് അയക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സഹോദരനോട് മല്ലിടുന്ന ജീവിതചര്യയിലൂടെ കടന്നു പോകുന്നു. മനുഷ്യ, നിന്റെ പോക്ക് എവിടേക്കാണ്? തന്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിച്ചവനായ ഉൽപ്പത്തിയുടെ പുസ്തകം പറയുന്നു, യഹോവയുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചവനായ മനുഷ്യ, നിന്റെ സ്വരൂപവും
നിന്റെ ഉണ്മയുമൊക്കെ മറന്ന് നീ എവിടേക്കാണ് യാത്രയാകുന്നത്? അടുത്ത കാലത്ത് വലിയൊരു വാർത്തയായിരുന്നു. ഒരു വളരെ വിദ്യാഭ്യാസമുള്ള, വളരെ സൗന്ദര്യമുള്ള, വളരെ ഉന്നതമായ ഭവനത്തിൽ വളർന്ന ഒരു നീതിപാലകര്, ഒരു അഡ്വക്കേറ്റ് ദമ്പതികൾ എന്താണ് തങ്ങളുടെ ഭവനത്തിലേക്ക് വന്ന ഒരു ബാലികയെ, തമിഴ് ബാലികയെ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു സംഭവം. ഏത് മലയാളിയുടെ മനസാക്ഷിയെയും ഞെട്ടിക്കുന്ന മൃഗീയമായ ഒരു പ്രവർത്തനമാണ്. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന വലിയൊരു വരദാനമാണ് വിവേകമെന്ന് പറയുന്നത്. മറ്റ് മൃഗജാലങ്ങൾക്ക്, ജീവികൾക്കൊന്നും തന്നെയില്ല. നീ ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള, ഈ ലോകത്ത് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവസന്നിധിയിൽ നിനക്ക് ചിന്തിക്കുവാനും നന്മ പ്രാപിക്കുവാനുള്ള അവസരം നഷ്ടപ്പെടുത്തുവാനായിട്ട് ഇടയാകുന്ന മനുഷ്യ സമൂഹം ഇന്ന് ധാരാളമായിട്ട് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. എന്താണ് ഇതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു. ലോകത്തോടുള്ള പ്രതിപത്തി അവന്റെ ജീവിതത്തിൽ വളരെ വർദ്ധിച്ചു വരുന്നു. അധികാരത്തോടും പണത്തോടും മറ്റുള്ള ജഡീക മോഹങ്ങളോടുമുള്ള ആസക്തി ഇത് മനുഷ്യനിൽ വളരെ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് അവൻ എന്ത് പ്രവൃത്തിയും ചെയ്യുവാനായിട്ട് തുനിഞ്ഞിറങ്ങിയാണ്. മൃഗീയമായ, മൃഗങ്ങൾ പോലും ചെയ്യാത്ത പ്രവർത്തനങ്ങൾ ഇന്ന് ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ചെയ്യുവാനായിട്ടിടയാകുന്നു. വളരെ മൃഗീയമായ പ്രവർത്തനങ്ങളൂടി സൃഷ്ടി കടന്നു പോവുകയാണ്. ആ പിഞ്ചു ബാലികയെ കുറിച്ച് ഞാൻ ഓർത്തു പോവുകയായിരുന്നു. ആ സാധാരണക്കാരായ ഒരു മാതാപിതാക്കൾ, അവർക്ക് ഈ മകളെ കുറിച്ച് വലിയ സ്വപ്നമുണ്ടായിരുന്നു. ഒരു കുഞ്ഞു പിറന്നു വീണപ്പോൾ വളരെ പരാധീനതകളുള്ള ഒരു കുടുംബത്തിലായിരുന്നു അവളുടെ ജനനമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മാതാപിതാക്കൾ സ്വപ്നം കണ്ടുകൊണ്ട് ഈ കുഞ്ഞിന് പേരിട്ടു. എന്താണ് പേരിട്ടത്? ഭാഗ്യലക്ഷ്മി എന്നാണ് പേരിട്ടത്. അവളുടെ പേര് ഭാഗ്യലക്ഷ്മി എന്നായിരുന്നു. മാതാപിതാക്കൾക്ക് സ്വപ്നം ഉണ്ടായിരുന്നു, ഇവൾ ഭാഗ്യം കൊണ്ടുവരും, ഇവൾ ലക്ഷ്മിയാണെന്നുള്ള ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ജീവിതം എന്താണ്? അവരുടെ ജീവിതം വളരെ ശൈശവത്തിലൂടെ കടന്നു പോയപ്പോൾ തന്നെ പിച്ച് ചീന്തപ്പെടുകയാണ്. ഏതു മനുഷ്യനെയും നൊമ്പരപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇത് ചെയ്തത് ആരാണ്? സാധാരണക്കാരായ മനുഷ്യരല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല, പണമില്ലാത്തവരല്ല, സമൂഹത്തിന്റെ ഉന്നതമായ ശ്രേണിയിൽ വിഹരിക്കുന്ന വലിയ വിദ്യാസമ്പന്നരായ വ്യക്തികളാണ് ചെയ്തത്. അവരുടെ വിവാഹ ഫോട്ടോ ടിവിയിൽ മാധ്യമങ്ങളിലൂടെ കാണുവാനായിട്ടിടയായി. എത്ര ആർഭാടമായിട്ടൊരു വിവാഹം നടത്തിയത്, എത്ര സുന്ദരന്മാരായിട്ടുള്ള ഒരു യുവാവ്. ഓർത്തു നോക്കിയ അവരുടെ മൃഗീയമായ പ്രവർത്തനം, എത്ര ജഡീകമായ പ്രവർത്തനമാണ്. ഇന്ന് മനുഷ്യൻ, ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിൽ ധാരാളം സംഭവങ്ങൾ ഇതുപോലെ വളരെ വർദ്ധിച്ചു വരികയാണ്. എന്താണ്? ലോകത്തോടുള്ള പ്രതിപത്തി മനുഷ്യനിൽ വർദ്ധിച്ചിരിക്കുന്നു. ഇത് നാശത്തിലേക്കുള്ള പോക്കാണ്. ഈ ഭൂമി തന്നെ അതിന്റെ ഊർജ്ജമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ പത്രത്തിൽ വായിച്ചു, 2025 ആകുമ്പോൾ പെട്രോളിന് വലിയ ക്ഷാമം ഉണ്ടാകുവാനായിട്ട് പോവുകയാണ്. ഭൂമി തന്നെ അതിന്റെ കോപത്തിന്റെ അവസ്ഥയിലൂടെ ഊർജ്ജം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എന്താണ്? ദൈവസ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിന്റെ നന്മ വിട്ട് ജഡീകമായ തിന്മയുടെ ആ ചാലകങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ടിടയാകുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വർദ്ധിച്ചു വരുന്നു. അതുതന്നെയാണ് ഈ വേദഭാഗത്ത് യഹോവയാ ദൈവം ആഹാബിനെ കുറിച്ച് പറയുകയാണ്. ഇസ്രായേലിന്റെ യുവരാജാവായിരിക്കുന്ന ആഹാബിനെയും അവന്റെ ഭാര്യയെയും കുറിച്ച് പറയുകയാണ്. യഹോവയ്ക്ക് അനിഷ്ടമായുള്ള ചെയ്യുവാൻ തന്നെ താൻ വിറ്റുകളഞ്ഞ ഒരു രാജാവിനെ ഇതുവരെയും കണ്ടിട്ടില്ല. അവരുടെ ജീവിതത്തിൽ ഈ രാജാവിന്റെയും ഈ സഹധർമ്മിനുടെയും ജീവിതത്തിൽ സംഭവിച്ച പ്രധാനമായ 2 തെറ്റുകൾ എന്താണ്? അവർ വാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. യഹോവയാ ദൈവത്തിന്റെ കൽപ്പനകളെ വിട്ടകന്ന് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സേവിക്കുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്നുള്ള ദൈവീകമായ കൽപ്പന വിട്ടകന്ന് എവിടേക്ക് പോയി? വാൽ വിഗ്രഹങ്ങളെ അന്വേഷിച്ചു പോകുന്ന, ശമരിയയിൽ വലിയൊരു ക്ഷേത്രം പണിത് വാൽ വിഗ്രഹങ്ങളെ, പുറജാതികളെ ക്ഷേത്രത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്ന ഒരു വളരെ പ്രയാസകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന രാജാവ്. ഇതിന് വേണ്ടുന്ന എല്ലാവിധമായ പ്രോത്സാഹനവും ചെയ്തുകൊണ്ടിരിക്കുന്ന തന്റെ പട്ടമഹിഷി. രണ്ടാമതായിട്ട് അവരുടെ ജീവിതത്തിൽ വന്ന പരാജയം എന്താണ്? പുറജാതികളുമായിട്ടുള്ള വിവാഹം. എസ്രാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നീ പ്രവാസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നീ ചെയ്യുന്ന ദേശത്ത് പുറജാതികളെ കാണുവാനായിട്ടിടയാകും. പുറജാതി സംസ്കാരത്തിലൂടെ നീ കടന്നു പോകും.
പക്ഷെ അവിടെയൊന്നും അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാനായിട്ട് നിനക്ക് ഇടയാകരുത്. കാരണം എന്താണ്? നീ വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിന്റെ വിശ്വാസം തകരുവാനായിട്ടിടയാവും. നിന്റെ സംസ്കാരത്തിന് മൂല്യച്യുതി ഉണ്ടാകും. നിനക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇത് നമ്മുടെ ഒക്കെ ഭവനങ്ങളുള്ള ഒരു വലിയ ദുഃഖാവസ്ഥയാണ്. എന്താണ്? പലവിധങ്ങളായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഭാര്യയും ഭർത്താവും അല്ലെ പിതാവും മാതാവും ഒരു പ്രാർത്ഥനയാണെങ്കിൽ മക്കൾ വേറൊരു തരത്തിലുള്ള പ്രാർത്ഥന, മരുമക്കളാണെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രാർത്ഥന. ഇങ്ങനെ കൂട്ടമായിട്ട് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ കഴിയാതെ, വ്യത്യസ്തമായിട്ട് സമാധാനമില്ലാതെ കടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് നാം എല്ലാവരും വളരെ അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ്? നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ. നമുക്കെല്ലാം ഭയമാണ്. കൂടോത്രത്തെക്കുറിച്ചും അങ്ങനെയുള്ള മറ്റു ദോഷങ്ങളെക്കുറിച്ചും ഭയമാണ്. ഒരു എലിയെ കണ്ടാൽ മതി നമുക്ക് ഭയമാണ്. രാവിലെ ചിലപ്പോൾ നമ്മൾ ഒരുങ്ങി റൂമിന് പുറകെ ഒരു എലി ചാടിയാൽ മതി. ഏതാണ്ട് വലിയ ആരാണ്ട് എൻ്റെ ഭവനത്തിൽ ക്ഷുദ്രപ്രയോഗം ചെയ്തിട്ടുണ്ട്, ആരാണ്ട് എൻ്റെ ഭവനത്തിൽ ആഭിചാരം ചെയ്തിട്ടുണ്ട്. ഭയമാ, പേടിയാ, എല്ലാറ്റിനെയും പേടി. നീ എന്തിനാണ് പേടിക്കുന്നത്? നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോൾ അവൻ നിന്നോട് കൂടെയുള്ളവനാ. അവൻ എല്ലാ ആഭിചാരങ്ങളെയും തകർത്തു കളയുവാനായിട്ട്, എല്ലാ അടിപ്പിണരുകളെയും സൗഖ്യമാക്കുവാനായിട്ട് കഴിവുള്ളവനാ ഒരു ദൈവസന്നിധിയിലാണ് നാം നിൽക്കുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെയും കേട്ടിരിക്കാം, നമ്മളൊക്കെ ചോദിക്കും, എന്തിനാ പരുമലപ്പള്ളിയിൽ പോകുന്നത്? പരുമലപ്പള്ളിയിൽ പോയി എന്തെങ്കിലും പ്രയോജനം കിട്ടുമോ? പരിശുദ്ധനോട് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമോ എന്നൊക്കെ ഞാൻ നിങ്ങളുമൊക്കെ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കും. പരുമലപ്പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എന്ത് ലഭിക്കാൻ? ഇത് ഇപ്പോൾ വന്നിരിക്കുന്നവർക്കെല്ലാം അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. പരിശുദ്ധന്റെ അതുകൊണ്ടാണ് ധാരാളം ആളുകൾ ഓരോ ദിവസവും ഈ ദേവാലയത്തിൽ വന്ന് പരിശുദ്ധന്റെ കബറിങ്കിൽ ഒരു തുള്ളി കണ്ണീര് അർപ്പിക്കുന്നത്, ഒരു തുള്ളി കണ്ണീര് സമർപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ തന്നിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ വേദപുസ്തകമായിട്ട് വളരെ അടിസ്ഥാനമായിട്ട് അവിടെ നമുക്ക് വായിക്കുവാൻ സാധിക്കും. പരിശുദ്ധന്മാരുടെ പ്രാർത്ഥന അനുഗ്രഹമാണ്. പരിശുദ്ധന്മാരുടെ കബറിങ്കിൽ നിന്നും അവിടെ അസ്ഥിയിൽ നിന്നും ശക്തി ഉണ്ടാകുന്നു എന്ന് തിരുവചനങ്ങൾ കൂടി നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ രാജ്യത്തിലെ ഏലിയ പ്രവാചകന്റെ ഇരട്ടി ശക്തിയോടുകൂടി വളരെ പ്രവാചക ശുശ്രൂഷ നടത്തിയ ഒരു വലിയ പ്രവാചക ശ്രേഷ്ഠനാണ് എലീശാ പ്രവാചകൻ. എലീശാ പ്രവാചകൻ ഇങ്ങനെ അദ്ദേഹം വാർദ്ധക്യമായി അതിന്റെ വാർദ്ധക്യ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രായേലിന്റെ അന്നത്തെ രാജാവായിരുന്ന യോവാശ് പൊട്ടിക്കരയുകയാണ്. എന്താണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട്? അതിന്റെ ആദ്യ ഭാഗത്ത് വായിക്കുവാൻ സാധിക്കും, ഇസ്രായേലിന്റെ തേരും തേരാളിയുമായ രാജാവേ, ഇസ്രായേലിന്റെ ദൈവഭക്തനായ രാജാവേ, ഇസ്രായേൽ ഇത്രത്തോളം അനുഗ്രഹങ്ങളെ വാരിച്ചൊരിഞ്ഞു വന്ന മഹാരാജാവേ, അങ്ങ് ഈ ലോകത്തോട് വിട പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെ പ്രയാസമുണ്ട് എന്ന് വളരെ പദം പറയുന്ന ഒരു യുവരാജാവിനെ അവിടെ കാണുവാൻ സാധിക്കും. ദൈവഭക്തന്മാരുടെ അഭാവം, ഭക്തിയുള്ള മനുഷ്യരുടെ വേർപാട് വളരെ പ്രയാസമാണ്. ഉടനെ എന്താ പറയുന്നത്? എലീശാ പ്രവാചകൻ മരിക്കുകയാണ്. എലീശാ പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. എലീശാ പ്രവാചകൻ മരിച്ച് 1 വർഷം കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മോവാബ് സൈന്യം ഈ ഇസ്രായേലിനെ ആക്രമിക്കുവാനായിട്ട് കടന്നു വരികയാണ്. വലിയ സൈന്യം ഇസ്രായേലിനെ ആക്രമിക്കുവാനായിട്ട് കടന്നു വരികയാണ്. ഉടനെ എന്താണ്? കുറെ ആളുകൾ ചേർന്ന് നിന്നുകൊണ്ട് ഒരു മരിച്ചുപോയ ഒരു വ്യക്തിയെ അവിടെ സംസ്കാര ശുശ്രൂഷ നടത്തി കുടിച്ചിടുകയായിരുന്നു. ഉടനെ സൈന്യം കടന്നു വരുന്ന കണ്ടുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? ഈ മൃതശരീരം, ഈ ബോഡി എടുത്ത് എറിയുകയാണ്, ലക്ഷ്യമില്ലാതെ എറിയുകയാണ്. എറിയപ്പെട്ട ശരീരം എവിടെയാണ്? മൃതശരീരം എലീശാ പ്രവാചകനെ അടക്കിയിരുന്ന ആ കല്ലറയിൽ ചെന്ന് പതിക്കുവാനായിട്ട് ഇടയാവുകയാണ്. ഉടനെ എന്ത് സംഭവിക്കുന്നു? ആ മൃതശരീരം ഉത്ഥാനം ചെയ്യുകയാണ്. ദിവസം വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഓർപ്പിക്കുന്നു, ആ മൃതശരീരം ഉത്ഥാനം ചെയ്യുകയാണ്. പരിശുദ്ധന്മാരുടെ, ദൈവഭക്തിയുള്ള മനുഷ്യരുടെ അവരുടെ ജീവിതവും അവരുടെ മരണാനന്തര ജീവിതവും എന്നും അനുഗ്രഹമാണ്. നീ വിശ്വാസത്തോടുകൂടി നീ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന് കേൾക്കുവാനായിട്ട്, അറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ യഹോവയാ ദൈവം തമ്പുരാൻ ഈ പ്രവാചകനെ താഴ്വാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മരുഭൂമിയിൽ നിന്നും ഒരു താഴ്വാരത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവിടെ എന്താണ്? വലിയ
കൂമ്പാരങ്ങൾ, അസ്ഥി കൂമ്പാരങ്ങളുള്ള ഒരു ശ്മശാന ഭൂമിയായിരുന്നു അത്. എഹെസ്കേൽ പ്രവാചകനോട് യഹോവയാ ദൈവം എന്താണ് ചോദിക്കുന്നത്? മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഒരു ചോദ്യം ചോദിക്കുകയാണ് യഹോവയാ ദൈവം. എന്താണ്? മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഉടനെ പ്രവാചകൻ മറുപടി പറയുകയാണ്, കർത്താവ്, എനിക്കറിയില്ല, എല്ലാം നീ അറിയുന്നു. യഹോവയാ ദൈവമേ, സകലതും നീ അറിയുന്നുവല്ലോ എന്ന് പ്രവാചകൻ അതിന് മറുപടിയായിട്ട് പറയുകയാണ്. ഉടനെ എന്താ പറയുന്നത്? യഹോവയാ ദൈവം പറയുകയാണ്, ഏ പ്രവാചക, നീ എന്താണ് ഈ മരിച്ച അസ്ഥികളോട്, കുമ്പാരമായി കിടക്കുന്ന, ജീർണിച്ചു കിടക്കുന്ന അസ്ഥികളോട്, കാറ്റുകളെ നീ 4 ദുഃഖങ്ങളും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് ഇവയിൽ ഊതുക എന്ന് പറയുക. പ്രവാചകൻ ഇപ്രകാരം പ്രവചിച്ചു. പ്രവചന ശബ്ദം പൂർത്തിയാകുന്നതിന് മുമ്പ് അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടാവുകയാണ്, വലിയൊരു ശബ്ദമുണ്ടാവുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? വലിയ അത്ഭുതം അവിടെ സംഭവിച്ചു. മരിച്ച് അടക്കപ്പെട്ടവരെല്ലാവരും പുനരുദ്ധാനം ചെയ്യുകയാണ്, ഉത്ഥാനം ചെയ്യുകയാണ്. യഹോവ ദൈവം പറയുകയാണ്, ഇതാ നീ കാണുന്നില്ലേ, ഇതെല്ലാം ഇസ്രയേലിലെ ജനമാണ്, ഇസ്രയേലിലെ ദൈവത്തിന്റെ ജനമാണിത്. മരിച്ചു കബറടക്കപ്പെട്ട ഇസ്രയേൽ ജനം വലിയ സൈന്യമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമ്മുടെ ആരാധനയിൽ നമ്മോട് കൂടെ ഉണ്ട്. സാക്ഷികളുടെ ഒരു വലിയ സമൂഹം. പൗരസ്ത്യ ആരാധനയിൽ, നമ്മുടെ ആരാധനയിൽ ജീവനുള്ളവരോടും മരിച്ചവരോടും ഒരുപോലെ ഭാവവ്യത്യാസം കൂടാതെ നമ്മൾ ആരാധന കഴിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവസന്നിധിയിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ സജീവമായ സാന്നിധ്യം നമ്മുടെ ആരാധനയിലും നമ്മുടെ ഭവനങ്ങളിലും ഉണ്ട് എന്നുള്ളത് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം. വേദപുസ്തകം നമുക്ക് നൽകുന്ന വലിയ ദർശനമാണ് നോർക്കുവാൻ സാധിക്കണം. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. ദൈവജനത്തെക്കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ട്. അതുകൊണ്ട് പറയുക, നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുവാൻ പോകുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നത് പരിശുദ്ധന്റെ സന്നിധിയിലേക്കാണ്. ദൈവത്തിന്റെ ഛായയിലും സൃഷ്ടിച്ച പരിശുദ്ധമായ ജീവിതം നയിച്ച് കാലയവനേക്കുള്ളിൽ മറഞ്ഞുവെങ്കിലും ഇന്നും കാലാന്തരത്തിൽ അനേകം മനുഷ്യ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധന്റെ സന്നിധിയിലേക്ക് നാം കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അനുഗ്രഹമാണ്, അത് ശക്തിയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. എന്നെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എന്നെ നിന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്. എന്താണ്? നീ ലോകത്തിൽ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുക. ഈ മനുഷ്യൻ അവന്റെ നന്മകളെല്ലാം മാറ്റി നിർത്തി പലപ്പോഴും അവൻ വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് കടിഞ്ഞാണില്ലാത്ത കുതിരയ്ക്ക് തുല്യമായി വിവേകശൂന്യമായി പെരുമാറുന്ന മനുഷ്യ മനസ്സുകൾ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ആഹാബ് അവൻ ദൈവത്തോട് അനിഷ്ടമായത് പ്രവർത്തിക്കുവാനായിട്ടിടയായി. എന്തെല്ലാമാണ് ആഹാബ് ദൈവത്തിന് അനിഷ്ടമായത് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് ആഹാബിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പരാജയം എന്ന് പറയുന്നത് എന്താണ്? അവൻ ദൈവത്തെ മറന്ന് പ്രവർത്തിക്കുവാനായിട്ടിടയായി. അവൻ ദൈവത്തെ മറന്ന് പ്രവർത്തിക്കുക, കനോട്ട് കോൺഷ്യസ് അബൌട്ട് ഗോഡ്. ദൈവത്തോട് നമ്മളെ വഴി നടത്തുന്നവനായ, നമ്മളെ വഴി നടത്തിയ, നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തോട് മമതയുള്ളവരായി, ദൈവത്തോട് സ്നേഹമുള്ളവരായി, ദൈവത്തോട് പ്രതിബദ്ധതയുള്ളവരായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് വ്യക്തമാകും. എന്താണ്? നീ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചാൽ നിനക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നിനക്ക് അവിടെ ലഭിക്കുവാനായിട്ട് ഇടയാകുമെന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് ഇടയാകണം. നീ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ദൈവം അനുഗ്രഹങ്ങൾ തരുന്ന ദൈവമാണ് എന്ന് ഓർക്കുവാനായിട്ടിടയാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് ലഭിക്കും. എന്താണ്? ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിൽ ദൈവമായ കർത്താവ് തന്റെ ജനങ്ങളോട് മോശയിലൂടെ പറയുകയാണ്, നീ എന്റെ വാക്കുകളെ, എന്റെ പ്രമാണങ്ങളെ കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ ദേശത്ത് നിനക്ക് എന്തുണ്ടാകും? നിനക്ക് നന്മ ഉണ്ടാകുവാനായിട്ടിടയാകും. 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് അവിടെ പ്രതിപാദിക്കുകയാണ്. 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ 14 മുതൽ അതിന്റെ അവസാന ഭാഗമാകുന്ന 59 വരെയുള്ള 69 വരെയുള്ള വാക്യങ്ങളിൽ ശാപത്തെ കുറിച്ചാണ് അവിടെ കേൾക്കുവാൻ സാധിക്കുന്നത്. ദൈവം തരുന്ന ദൈവത്തിന്റെ കൽപ്പനകളെ നീ പ്രമാണിച്ചില്ലെങ്കിൽ,
നീ ദൈവത്തോട് ഇഷ്ടമല്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ നീ കടന്നു പോവുകയാണെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹത്തിന് പകരം നിന്നെ ശിക്ഷയ്ക്ക് ഇടയാക്കുവാനായിട്ട് ഇടയാകും. നിന്നെ ശിക്ഷിക്കുന്ന ഒരു ദൈവം കൂടിയുണ്ട്. പഴയ നിയമത്തിലോട്ട് കടന്നു പോകുമ്പോൾ, പഴയ നിയമത്തിലൂടെ വായിക്കുമ്പോൾ അവളെ അനുഗ്രഹിക്കുന്ന ദൈവം മാത്രമല്ല, ഉടനെ തന്നെ പ്രതിഫലം കൊടുക്കുന്ന, ശിക്ഷ കൊടുക്കുന്ന ഒരു ദൈവത്തെ കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്താണ് പറയുന്നത്? 15-ാം അധ്യായത്തിൽ പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാതിരുന്നാൽ ശാപമൊക്കെയും നീ ഭവിക്കും. പട്ടണത്തിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും, നിന്റെ കൃഷിഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. നീ എന്ത് പ്രവർത്തിച്ചാലും നിനക്കൊരു നന്മ ഉണ്ടാകുകയില്ല. നീ എന്തെല്ലാം നീ സമ്പാദിച്ചാലും നിനക്കൊന്നും അനുഭവിക്കുവാനായിട്ട് ദൈവം ഇടതരികയില്ല എന്നാണ് തിരുവചനങ്ങളിലൂടെ കേൾക്കുവാൻ സാധിക്കുന്നത്. ആഹാബിന്റെ ജീവിതത്തിൽ ഇതാണ് നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. ആഹാബിന്റെ ജീവിതത്തിൽ 22 വർഷക്കാലം ഇസ്രായേലിലെ സമരയും വലിയ രാജാവായിട്ട് എല്ലാം വാരിക്കൂട്ടി. ശലോമോൻ പറയുന്നത് പോലെ അവന്റെ കണ്ണുകൊണ്ട് ആഗ്രഹിച്ചതെല്ലാം അവൻ നേടിയെടുത്തു. പക്ഷെ യഹോവയുടെ ദൃഷ്ടിയിൽ അവന്റെ ജീവിതം വളരെ പരാജയപൂർണമായിരുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ശാന്തമായിട്ടൊന്ന് ചിന്തിക്കണം. എന്റെയും നിങ്ങളുടെയും ജീവിതം ദൈവസന്നിധിയിൽ അനുഗ്രഹകരമാണോ, അതോ ദൈവത്തിൽ നിന്നും ശിക്ഷ അനുഭവിക്കുന്ന, ശിക്ഷ പിടിച്ചു വാങ്ങുന്ന ഒരു ജീവിതത്തിലൂടെ നാം കടന്നു പോകുന്നവരാണോ എന്ന് ശാന്തമായിട്ട് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ ഈ ലോകമെന്ന് പറയുന്നത് മായയാണ്. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് നശിച്ചു പോകുന്നതാണ്. നശിച്ചു പോകാത്ത ദൈവമായിട്ടുള്ള ബന്ധത്തിലൂടെ കടന്നു വരുവാൻ ദൈവത്തെ ഓർത്തുകൊണ്ട്, ദൈവത്തിന്റെ വഴി നടത്തിപ്പുകളെ നീ മറക്കാതെ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ ആദ്യ ഭാഗങ്ങൾ കണ്ട ദൈവജനത്തെ കുറിച്ച് കേൾക്കുവാനായിട്ടിടയാകും. അവിടെ എന്താണ്? ദൈവജനം ഇങ്ങനെ 40 സംവത്സരകാലം മരുഭൂമിയിലൂടെ നീണ്ട യാത്ര ചെയ്യുകയാണ്. കൂടെ ഉണ്ടായിരുന്ന പലരും ദേശത്തിൽ വെച്ച് നഷ്ടപ്പെടുവാനായിട്ടിടയായി. അവരിങ്ങനെ സമഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ, ശീൻ മരുഭൂമിയിലൂടെ കടന്നു വന്നപ്പോൾ എന്താണ്? വളരെ വിസ്തൃതമായ ഭൂമി, വളരെ വിസ്തൃതമായ നഗരം കണ്ടുകൊണ്ട് ജനമെല്ലാവരും കൂടി പറയുകയാണ്. എന്താ പറയുന്നത്? നമുക്ക് ഈ ദേശത്ത് തന്നെ പാർക്കാം. നമ്മളെല്ലാവരുടെയും ഭാഷ ഒന്നാണ്, നമ്മളെല്ലാവരുടെയും അംഗബലത്തിൽ വളരെ ഉയർന്ന ജനമാണ്. നമുക്ക് ഈ ദേശത്ത് പാർക്കാം. അവർ ദൈവത്തോട് ആജ്ഞ കഴിക്കാതെ, ദൈവത്തോട് ചോദിക്കാതെ എന്ത് ചെയ്യുകയാണ്? വലിയ ഗോപുരങ്ങളെ കെട്ടിപ്പടുക്കുകയാണ്. വലിയ ഗോപുരങ്ങളെല്ലാം കെട്ടിപ്പോക്കുകയാണ്. യഹോവയാ ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്നും നോക്കുവാനായിട്ടിടയായി. ഈ ദൈവം എന്നോട് പ്രാർത്ഥിക്കുന്നില്ല, ഈ വഴി നടത്തിയ ദൈവത്തെ പലപ്പോഴും അവർ മറന്നുപോകുന്നു. എന്നോട് ചോദിക്കാതെ ഒരു പ്രകാരമുള്ള പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ദൈവം എന്താണ്? അവരെ നശിപ്പിച്ചു കളയുവാനായിട്ടിടയാകുകയാണ്. വലിയ കോട്ട, ബാബേൽ കോട്ട അവർ പണിയുകയാണ്. പക്ഷെ ദൈവം എന്താണ്? അവരുടെ ഭാഷകളെല്ലാം കലക്കി കളഞ്ഞു. അവരെ രാജ്യത്ത് ചിതറിച്ചു കളയുവാനായിട്ട്, ദേശത്ത് ചിതറിച്ചു കളയുവാനായിട്ട് ഇടയാവുകയാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ ലോകത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നാം ദൈവത്തെ മറന്നു പ്രവർത്തിക്കുന്നവരാണോ, ദൈവത്തോട് നന്ദിയുള്ളവരായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നവരാണോ എന്ന് ശാന്തമായി ദൈവസന്നിധിയിൽ ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നാം ദൈവത്തെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് നമ്മുടെ സമർപ്പണങ്ങളെ, പ്രാർത്ഥനകളെ സമർപ്പിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കുന്നവരായി, ദൈവത്തെ അനുസരിക്കുന്നവരായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ശാന്തമായിട്ട് ചോദിക്കുവാനായിട്ട് ഇടയാകണം. ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനായിട്ട് ഇടയാകണം. ഈ കാലഘട്ടത്തിന്റെ വലിയൊരു ഭാവമാണ് ദൈവത്തെ മറന്ന് പ്രവർത്തിക്കുക എന്നുള്ളത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, എന്റെ ജനം 2 ദോഷമാണ് ചെയ്തിരിക്കുന്നത്. അവർ ജീവന്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ച് അവർ പൊട്ടക്കിണറുകളെ അവര് കൈവശമാക്കിയിരിക്കുകയാണ്. എന്താ പറയുന്നത്? എന്റെ ജനമായ, ദൈവത്തിന്റെ ജനമായവർ ദൈവത്തിന്റെ ജീവജലമായ നദികളെ ഉപേക്ഷിച്ച്, എന്നെ ഉപേക്ഷിച്ച് അവരെവിടേക്ക് പോകുന്നു? ഉറവയില്ലാത്ത പൊട്ടക്കിണറുകളെ തന്നെ അവർ കൈവശമാക്കുകയാണ്. പൊട്ടക്കിണറുകളെ കൈവശമാക്കുന്ന ഒരു മനോഭാവത്തിലൂടെ നാം ഇന്ന് കടന്നു പോവുകയാണ്. നാം ഓർക്കണം, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം ഏതവസ്ഥയിലാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം 38-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഞാൻ ഒഴുക്കി കൊടുക്കും. നിങ്ങൾക്ക് ദാഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാകുന്നുവെങ്കിൽ, നിങ്ങളൊരു അപകടങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, നിങ്ങൾ ആശ്രയം വെച്ച്, മനസ്സ് വെച്ച് എന്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നു വരണം. എന്നിൽ ആശ്രയിക്കുന്നവര്
തിരുവെഴുത്ത് പറയുന്നത് പോലെ എല്ലാ തിരുവെഴുത്തുകൾ വളരെ ഭംഗിയായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എല്ലാം വളരെ ഭംഗിയായിട്ട് ഒരു ഭക്തന്റെ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഇതിനകത്ത് വാഗ്ദത്തം തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞു തരുന്ന ഒരു ദൈവമാണ്. ഇന്ന് പലപ്പോഴും ദൈവത്തെ മറന്നുകൊണ്ട് ദൈവത്തോടുള്ള സത്യ ആരാധന എന്താണെന്ന് പലപ്പോഴും മനസ്സിലാക്കാതെ നെട്ടോട്ടമോടുന്ന അനേകം ആളുകളെ ഇന്ന് സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിറകാലെ പോകുന്ന ഒരു ആത്മീയത, ഇത് കപടമായ ആത്മീയതയാണ്. ഇത് ഈ നൂറ്റാണ്ടിന്റെ ഒരു സവിശേഷതയായി, ഒരു ദുഃഖകരമായ സ്ഥിതിവിശേഷമായി കാണുവാനായിട്ട് സാധിക്കുന്നു. നിനക്ക് ദുഃഖമുണ്ടാകുമ്പോൾ നീ നിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക്, നിന്റെ പിതാക്കന്മാര് നിനക്ക് കൈവശം തന്നിരിക്കുന്ന ആ വലിയ ആരാധനയുടെ അടുക്കലേക്ക് നിനക്ക് കടന്നു വരുവാനായിട്ടിടയാകണം. അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ദുഃഖങ്ങളും പരാതികളും പരാധീനതകളും കഷ്ടങ്ങളും രോഗങ്ങളും എല്ലാം സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുവാനായിട്ടിടയാകണം. കാരണം എന്താണ്? അവൻ നമ്മോട് കൂടെയുള്ളവനാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ കാൽവറിയിൽ ഓരോ തുള്ളി രക്തവും എനിക്കും നിനക്കും വേണ്ടി തന്ന ദൈവം ഇന്നും നമ്മുടെ ഭവനങ്ങൾ ജീവിക്കുന്നു. ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുവാനായിട്ട് ഇടയാകുമ്പോൾ നമ്മുടെ ജീവിതം ദൈവികമായി തീരുവാനായിട്ട്, അനുഗ്രഹകരമായി തീരുവാനായിട്ട് ഇടയാകും. ആഹാബിന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തെ മറന്ന് പ്രവർത്തിക്കുവാനായിട്ടിടയായപ്പോൾ അവന്റെ ജീവിതത്തിൽ അത് വലിയ പരാജയമായി മാറുകയാണ്. രണ്ടാമതായിട്ട് ആഹാബിന്റെ ജീവിതത്തിൽ വന്ന പരാജയത്തിന്റെ മറ്റൊരു കാരണമെന്ന് പറയുന്നത് അവൻ തന്ത്രങ്ങളെ പ്രയോഗിക്കുന്നവനായിരുന്നു. അവൻ കുതന്ത്രങ്ങളെ പ്രയോഗിക്കുന്നവനായ ഒരു വലിയ രാജാവിനെയാണ്, അല്ലെങ്കിൽ ഒരു പട്ടമഹിഷിയാണ് വേദഭാഗത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ആഹാബ് ചെയ്ത കപടം എന്ന് പറയുന്നത്? അതിന്റെ ശേഷം 21-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ പറയുന്നു, അതിന്റെ ശേഷം സംഭവിച്ചത് ഇസ്രായേലിനായ നാബോത്തിന് ഇസ്രായേലിൽ സമര്യ രാജാവായ ആഹാബിന്റെ അരമനയുടെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആഹാബ് നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരണം, അത് എന്റെ അരമനയ്ക്ക് സമീപമല്ലോ, അതിന് പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായ മുന്തിരിത്തോട്ടം നിനക്ക് തരാം. അല്ല, നിനക്ക് സമ്മതമല്ലെങ്കിൽ ഞാൻ അതിന്റെ വില നിനക്ക് പണമായിട്ട് തരാമെന്ന് പറഞ്ഞു. നാബോത്ത് ആഹാബിനോട്, ഞാൻ എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു. ആഹാബിന് വലിയൊരു ആഗ്രഹം, ഒരു അത്യാഗ്രഹം തോന്നുകയാണ്. എന്താണ്? ഒരു ദിവസം ഇങ്ങനെ ഉദ്യാനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്റെ അരമനയോട് സമീപമായി മുന്തിരിക്കുലകളെല്ലാം പുഷ്പിച്ച് വളരെ ഫലസമൃദ്ധമായിട്ട് ഒരു പാവപ്പെട്ട കർഷകന് ഒരു ചെറിയ കൃഷിത്തുണ്ടായിരുന്നു, ഒരു ചെറിയ കൃഷിഭൂമി. നാബോത്ത് എന്ന് പറയുന്ന കൃഷിക്കാരന്, രാജാവിന് ഒരു അത്യാഗ്രഹം തോന്നുകയാണ്. എന്താ പറയുന്നത്? ആ മനോഹരമായ മുന്തിരിത്തോട്ടം എന്റെ ഉദ്യാനത്തിനോട് ചേർക്കണം, മറ്റുള്ളവരുടേത് സ്വന്തമാക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഇന്നത്തെ ആധുനിക സംസ്കാരത്തിന്റെ ഒരു വലിയ ഭാവമാണ്. നമ്മുടെ എല്ലാ ജീവിതത്തിലുണ്ട്. നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളോട് പോലും ആ രീതിയിലൊക്കെയാണ് നമ്മൾ ഇടപെടുന്നത്. കുഞ്ഞാണ് 48 മാർക്ക് മേടിച്ച് പരീക്ഷയ്ക്ക് വരുന്ന കുഞ്ഞുങ്ങളോടും ഈ മാതാവ് ചോദിക്കും, അപ്പുറത്തെ ശോശാമയുടെ മകനെ നീ ഒന്ന് നോക്കിക്കേ, അവൻ 49 മാർക്കില്ലേ, നീ എന്താണ് ഒരു മാർക്ക് നീ എന്തിനു നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ് അവനെ അടിക്കുവാനും അവനെ ദുഷിക്കുവാനും ഒക്കെയും തുടങ്ങുന്ന ഒരു പ്രവണത. ഇതെവിടെയാണ്? ഈ വേദപുസ്തകത്തിന്റെ ജീവിതം എവിടെ ആരംഭിക്കുന്നു അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു തന്ത്രമാണ്. ആഹാബിനെ സംബന്ധിച്ചിടത്തോളം അവനൊന്നിന്റെയും ആവശ്യമില്ല. എന്നാൽ യഹൂദ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു നിയമപ്രമാണം അനുസരിച്ച് ഒരു വ്യക്തിയുടെ അവകാശം ഒരു രാജാവിനോ അല്ലെങ്കിൽ പ്രമാണിക്കോ കൈവശമാക്കുവാനായിട്ട് പാടില്ല അവൻ ജീവിച്ചിരിക്കുമ്പോൾ. അപ്പോൾ നാബോത്ത് മരിച്ചുവെങ്കിൽ മാത്രമേ ഈ തോട്ടം കൂടി കൃഷിഭൂമി കൂടി സ്വന്തമാക്കുവാനായിട്ട് ആഹാബിന് സാധിക്കുകയുള്ളൂ. ആഹാബ് എന്താ പറയുന്നത്? ഈ മനോഹരമായിരിക്കുന്ന തോട്ടം എനിക്ക് തരണം. നാബോത്ത് അവനോട് പറയുന്ന മറുപടി വളരെ പ്രസക്തമാണ് പ്രിയരെ. ഇന്നത്തെ ലോക ജീവിതത്തിൽ വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു മറുപടിയാണ്. ഇതെന്റെ പിതാക്കന്മാർ എനിക്ക് തന്നിരിക്കുന്ന അവകാശമാണ്. ഇത് നഷ്ടപ്പെടുത്തുവാൻ യഹോവയാ ദൈവം തമ്പുരാൻ സംഗതിയാക്കരുതേ എന്ന് പറഞ്ഞു. ഈ ആരാധന, ഈ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ ആരാധന എന്ന് പറയുന്നത് എന്റെ പിതാക്കന്മാർ എനിക്ക് തന്നിരിക്കുന്ന വലിയൊരു അവകാശമാണ്. ഈ ആരാധനയിലൂടെ എൻ്റെ ആത്മശരീര മനസ്സുകൾക്ക് എൻ്റെ ജീവിതത്തിന് സമൂലമായ പരിവർത്തനമുണ്ടാകും എന്നുള്ള ഒരു വലിയ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യമാണ്. ഇതൊരിക്കലും നഷ്ടപ്പെടുത്തുവാനായിട്ട് ഇടയാകരുതേ
എന്ന് നാബോത്ത് ഈ ഇസ്രായേലിന്റെ രാജാവിനോട് പറയുന്ന ഒരു അർത്ഥമാണ്. എന്താണ്? ഇന്നത്തെ ലോകഭാവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു മനോഭാവം ജീവിതത്തിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 13-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അബ്രഹാമിന്റെയും ലോത്തിന്റെയും ജീവിതം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ എന്താണ്? അബ്രഹാമും ലോത്തും കൂടി ഇങ്ങനെ ഈ ലോകത്തിൽ സമഭൂമിയിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അബ്രഹാം വളരെ ദൈവത്തോട് പ്രതിബദ്ധതയുള്ളവനായിരുന്നു. ദൈവത്തിന്റെ കൽപ്പനകളെ അണുവിടെ വ്യത്യാസം വരുന്നാതെ അവന്റെ ജീവിതത്തിൽ പാലിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവനെല്ലാം അനുഗ്രഹങ്ങളെ ഇങ്ങനെ അവനിഷ്ടം പോലെ ചൊരിഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. ഉടനെ അബ്രഹാം രണ്ടുപേർക്കും ഇഷ്ടം പോലെ സമ്പാദ്യങ്ങളെല്ലാം ഉണ്ടായി. അബ്രഹാം തന്റെ സഹോദരപുത്രനായ ലോത്തിനോട് പറയുകയാണ്, എന്താണ്? ഇനി നമ്മുടെ കൃഷിനായകന്മാർ തമ്മിൽ, നമ്മുടെ ഇടയന്മാർ തമ്മിൽ മല്ലടിക്കാതിരിക്കുവാനായിട്ട്, അവർ വഴക്കിലേക്ക് പോകാതിരിക്കുവാനായിട്ട് നമുക്കെന്താണ്? ഇവിടെ വെച്ച് നമുക്ക് നമ്മുടെ അവകാശം വേർതിരിക്കാം. അബ്രഹാം ലോത്തിനോട് ചോദിക്കുകയാണ്, നിനക്കിഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക. ലോത്ത് എന്താണ്? വളരെ നീരുറവുള്ളതും നോക്കിയപ്പോൾ വളരെ പച്ചപ്പായിരിക്കുന്നതും വളരെ മനോഹരവുമായിരിക്കും ദേശമെല്ലാം ഈ ലോത്ത് ചോദിച്ചു വാങ്ങിയാണ്. അബ്രഹാം പിതാവിന്റെ ആ ജ്യേഷ്ഠ പിതാവിന്റെ എന്താണ് അവന്റെ അവകാശം അവൻ വളരെ അധ്വാനിച്ച് കഷ്ടപ്പെടുത്തി ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചാണെന്നുള്ള ബോധ്യമില്ലാതെ ലോത്ത് എന്ത് ചെയ്യുകയാണ്? അവൻ ഇഷ്ടപ്പെട്ടതെല്ലാം, അവൻ ആഗ്രഹിച്ചതെല്ലാം, അവൻ അത്യാഗ്രഹിച്ചതെല്ലാം എടുത്തു വാങ്ങുന്ന ഒരു ലോത്തിനെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഈ നോട്ടം എവിടേക്കായിരുന്നു? ഈ പോക്ക് എവിടേക്കായിരുന്നു? വലിയ ആപത്തിലേക്കാണ്. ലോത്ത് കണ്ടതെല്ലാം എന്തായിരുന്നു? നശിച്ചു പോകുന്നതായിരുന്നു. അവരുടെ അതിക്രമങ്ങളുണ്ട്, വളരെ വഷത്വങ്ങളുണ്ട്, വളരെയധികം ഉന്നതിയിലൂടെ കടന്നു പോകുന്ന ഭൂമിയാണ് ലോത്ത് നേടിയെടുക്കുവാനായിട്ട് അവകാശമായി നേടിയെടുക്കുവാനായിട്ടിടയായത്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ ലോകത്തിലൂടെ ഇന്ന് കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്, എനിക്ക് സമ്പാദിച്ചതൊന്നും പോരാ, ഇനി വേറെ സമ്പാദിക്കണം. പലപ്പോഴും ദൈവം തന്നിരിക്കുന്ന നല്ല ജീവിതങ്ങളെ, നല്ല കുടുംബ ജീവിതങ്ങളെ തന്നെ അത് ശരിയായിട്ട് സന്തോഷത്തിന്റെ അനുഭവത്തിലൂടെ, ആ ഊഷ്മളതയുടെ അനുഭവത്തിലൂടെ അത് കടന്നു പോകാതെ പണത്തിന്റെയും അധികാരത്തിന്റെയും ജഡീകമായിട്ടുള്ള അങ്ങനെ പ്രലോഭനങ്ങളുടെയും പിന്നാലെ ഓടിപ്പോകുന്ന ഒരു പ്രതിസംസ്കാരം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അത് വളരെ വളർന്നു വരികയാണ്. എവിടേക്കാണ്? ന്യൂട്ടൺ പറയുന്നത് പോലെ ഇതിന്റെ ഒരു മാക്സിമം ലെവലിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാവുകയാണ്. ഒരു മാക്സിമം ലെവലിലേ ഉള്ളൂ ഇതെല്ലാം പോകുന്നത്. അതിനുശേഷം ഒന്നുണ്ടാകും, ഒരു തിരിച്ചടി ഉണ്ടാവുകയാണ്. നിനക്കൊന്നും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് മാറുവാനായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് എന്ന് പറയുന്നത്. നീ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ നേടിയെടുത്ത് എല്ലാം മറ്റുള്ളവരെയും കബളിപ്പിച്ച് മറ്റുള്ളവരെ എല്ലാം തട്ടിച്ചും അക്രമത്തിലൂടെയും കടന്നു പോകുന്ന എവിടേക്കാണ്? ഇത് നാശത്തിലേക്കാണ്. എല്ലാവരും ഇങ്ങനെ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഇപ്രകാരമുള്ള പ്രവണതകൾ വളരെ വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ സാമുദായിക സഭാ രംഗങ്ങളിലൊക്കെയും വളരെ വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. എത്ര കിട്ടിയാലും തൃപ്തി വരാത്തതായിട്ടുള്ളൊരു ജീവിതം. കുഞ്ഞനമ്പ്യാർ പാടിയല്ലോ, കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാൻ ഒട്ടും മടിയില്ല. കിട്ടിയതൊന്നും മതിയല്ല, പിന്നെയും കിട്ടിയാലും ദുരാഗ്രഹം മനുഷ്യരുടെ ദുരാഗ്രഹങ്ങൾ ഇങ്ങനെ വളരെ വർദ്ധിച്ചു വരികയാണ്. ഇതെന്താണ്? ദൈവത്തോട് പ്രതിബദ്ധതയില്ലാത്തതുകൊണ്ടാണ്. ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്നും ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നത് കൊണ്ടാണ് ഇപ്രകാരമുള്ള പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരുവാനായിട്ടിടയാകുന്നത്. എത്ര അനുഗ്രഹകരമായ കുടുംബ ജീവിതങ്ങൾ, എത്ര ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന എത്ര സന്തോഷകരമായിട്ട് കുടുംബ ജീവിതങ്ങൾ, മക്കളെയൊക്കെ സന്തോഷകരമായിട്ട് വളർത്തി കുടുംബ ജീവിതങ്ങൾ വളർത്തേണ്ട മനുഷ്യ, നീ അതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എവിടേക്ക് പോവുകയാണ്? ഈ ഉത്തരാദിയുടെ പിന്നാലെ പരക്കം പാവുകയാണ്. അതെല്ലാം എവിടേക്കാണ്? നീ ഉപ്പുവെള്ളത്തിന്റെ പിന്നാലെ പോകുന്ന ഒരവസ്ഥയിലേക്ക് നിന്നെ മാറ്റി മറിക്കുകയാണ്. രണ്ടാമത്, ആഹാബിന്റെ ജീവിതത്തിൽ വന്ന പരാജയം. അവൻ ദൈവത്തോട് ദൈവസന്നിധിയിൽ കപടതയോടുകൂടി അവൻ ജീവിക്കുവാനായിട്ടിടയായി. ഇന്നത്തെ ലോകത്തിന്റെ ഒരു വലിയ മനോഭാവമാണ് സ്വന്തം സഹോദരങ്ങളോട്, സ്വന്തം മാതാപിതാക്കളോട്, സ്വന്തം കൂട്ടുകാരോട് കളവും ചതിവും പ്രവർത്തിക്കുന്ന ഒരു സമൂഹം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇതെപ്പോഴും നാശത്തിലേക്കാണെന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. തിരുവചനം ഓർപ്പിക്കുന്നുണ്ടല്ലോ, ലോത്തിന്റെ ഭാര്യയെ നീ ഓർത്തുകൊള്ളുക. തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അനേകം മുന്നറിയിപ്പുകളെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. വാർണിങ്സ്, ചില മുന്നറിയിപ്പുകൾ ഓർക്കുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, ഇതെവിടേക്കാണ്? നാശത്തിലേക്കാണ്. നാം റോഡിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. റോഡ് യാത്ര ചെയ്യുമ്പോൾ ഓരോ ഭാഗങ്ങളാകുമ്പോൾ ചിലപ്പോൾ ഹമ്പ് കണ്ടിരിക്കാം. ആ
ആശുപത്രിയുടെ, സ്കൂളുകളുടെയും അതുപോലെയുള്ള സ്ഥാപനങ്ങളുടെയും മുമ്പിൽ ചെയ്യുമ്പോൾ സൈൻ ബോർഡ് കണ്ടിരിക്കാം. ഇവിടെയൊക്കെ നിനക്കെന്താണ്? മനുഷ്യ, നിന്റെ ജീവിതം, ദൈവം തന്നിരിക്കുന്ന ഈ ജീവൻ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കേണ്ടതിന് ചില മുന്നറിയിപ്പുകൾ, ചില ബോർഡുകൾ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇത് നോക്കി സൂക്ഷിച്ച് യാത്ര ചെയ്യുവാനായിട്ട് നിനക്ക് സാധിക്കണം. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് കപടതയാണ്. ഈ ലോക ജീവിതം പിശാചിന്റെ കരങ്ങളിലാണ്. ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളോട് മല്ലിട്ടെതിർത്ത് ജയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ, ദൈവികമായിട്ടുള്ള സദ്ഭാവനകളെ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കുവാനായിട്ട്, സാംശീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. യോബിന്റെ ജീവിതത്തിൽ വന്ന രണ്ടാമത്തെ പരാജയം, അവൻ തന്ത്രങ്ങൾ പ്രയോഗിക്കുവാനായിട്ട് ഇടയായി. ഈ തന്ത്രം അവനെ എവിടെയും എത്തിച്ചില്ല. അവന്റെ ജീവിതത്തിൽ വലിയ പരാജയമായിട്ട് അവൻ മാറുകയാണ്. മൂന്നാമതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്, അവന്റെ ജീവിതത്തിലെ പരാജയം അവന്റെ സ്വന്തം പത്നി തന്നെയായിരുന്നു. അവന്റെ സഹധർമ്മിണി തന്നെയായിരുന്നു അവന്റെ ജീവിതത്തിലെ പരാജയത്തിന്റെ മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത്. മാട്രിമോണിയൽ സെലക്ഷൻ, വൈവാഹികമായ തെരഞ്ഞെടുപ്പ് ആഹാബിന്റെ ജീവിതത്തിൽ ഒരു വലിയ പരാജയ കാരണമായിരുന്നു. അനേകം ഭവനങ്ങളും നശിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ശിഥിലീകരണത്തിലൂടെ കടന്നു പോകുന്ന സ്ഥിതിവിശേഷങ്ങൾ എന്താണ്? നല്ല വൈവാഹിക തെരഞ്ഞെടുപ്പ് കുടുംബങ്ങളിൽ ഉണ്ടാകുവാനായിട്ട് ഇടയാവുന്നില്ല. ദൈവീകമായ പദ്ധതികൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ഭൗതികമായിട്ടുള്ള ചില തെരഞ്ഞെടുപ്പുകൾക്ക് നാം പ്രാധാന്യം കൊടുക്കുമ്പോൾ അതെവിടേക്കാണ്? അത് നാശത്തിലേക്കാണ് നിന്റെ കുടുംബത്തെ എത്തിക്കുന്നതെന്ന് ഓർക്കുവാനായിട്ട് ഇടയാകണം. ബാഹ്യമായ സൗന്ദര്യം, ബാഹ്യമായിട്ടുള്ള അധികാരം, ബാഹ്യമായിട്ടുള്ള പണസമ്പാദ്യം, ഇതെല്ലാം എവിടേക്ക് കൊണ്ടുപോകുന്നു? നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. താൽക്കാലികമായ ഒരു സന്തോഷവും താൽക്കാലിക ഊഷ്മളതയും മാത്രമേ ഇതുകൊണ്ട് നിനക്ക് ലഭ്യമാകുന്നുള്ളൂ. ഇസബേൽ ആഹാബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇതുതന്നെയായിരുന്നു. എന്താണ്? ഇസബേൽ എന്ന് പറയുന്നത് ഒരു പുറജാതിയായ സ്ത്രീ ആയിരുന്നു. യഹോവയുടെ കൽപ്പനയാണ്, നീ പുറജാതിയായ സ്ത്രീയെ ഒരിക്കലും വിവാഹം കഴിക്കുവാനിടയാകരുത്. യഹോവയെ ധിക്കരിച്ചുകൊണ്ട്, മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട്, അവന്റെ സഭയെ ധിക്കരിച്ചുകൊണ്ട് അവൻ വൈവാഹികമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ അവൻ എവിടേക്കാണ് പോയത്? അവൻ നാശത്തിലേക്ക് പോകുവാനായിട്ടിടയാവുകയാണ്. ഇസബേൽ എന്താ പറയുന്നത്? ഈ ഇസബേൽ ആഹാബിന്റെ എല്ലാ തിന്മകളെയും അവനെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ടിടയായി. ആഹാബ് ഒരു തിന്മ ചെയ്യുമ്പോൾ ഇസബേൽ പറയും, നീ 2 തിന്മയും കൂടി ചെയ്തു കൊള്ളുക, ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷമായിരുന്നു ആഹാബിന്റെയും ഇസബേലിന്റെയും ജീവിതത്തിൽ. എന്താണ്? ശമരിയിൽ ആഹാബ് ഒരുപക്ഷെ കുറച്ച് ദൈവികമായ മനോഭാവത്തിലൂടെ കടന്നു പോകുന്നവനായിരിക്കാം. അതുകൊണ്ടാണ് ആഹാബ് നാബോത്തിനോട് പറയുകയാണ്, നിന്റെ കൃഷിഭൂമി നീ എനിക്ക് തരണം, ഞാൻ അതിന് നല്ല വില തരാം. അല്ലെങ്കിൽ എന്തു തരാം? ഞാൻ നിനക്ക് മനോഹരമായ കൃഷിഭൂമി നിനക്കതിന് പകരമായിട്ട് തരാം. ഇസബേലിനോട് വന്ന് പറയുകയാണ്, ഞാൻ നാബോത്തിനോട് അവനോട് കൃഷിഭൂമി ചോദിച്ചു, അവന്റെ അവകാശം ചോദിച്ചു, പക്ഷെ അവൻ അത് എനിക്ക് തരില്ല എന്ന് പറഞ്ഞു. ഉടനെ ഇസബേൽ എന്താ പറയുന്നത്? അല്ലയോ മഹാരാജാവേ, അങ്ങ് ഈ രാജ്യത്തിന്റെ മഹാനായ രാജാവാണ്, യുവരാജാവാണ്, അങ്ങെന്തിനാണ് ഭയപ്പെടുന്നത്? അങ്ങ് അങ്ങനെയാണ് ഇത്ര വിഷമാവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അതെല്ലാം ഞാൻ നേടിത്തരും. ചില സ്ത്രീകൾ അങ്ങനെയാണ്, ഭർത്താക്കന്മാരോട് വളരെ സ്നേഹമുള്ളവർ. എന്ത് തിന്മ ചെയ്താലും സ്നേഹമാണെന്ന് പറയുവാൻ സാധിക്കുകയില്ല. എന്താണ്? എന്ത് തിന്മ ചെയ്താലും അതിന് കൂട്ടാളികളായി, അതിനെ വിവേകത്തിലൂടെ അതിനെ ചിന്തിക്കാതെ നാശത്തിലേക്ക് കടന്നു പോകുന്ന അനേകം ആളുകളെ ഇന്ന് സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതിവിടെ നാശത്തിലേക്ക് പോവുകയാണ്. ഇസബേൽ എന്താ ചെയ്യുന്നത്? ഈ നാബോത്തിന്റെ കൃഷിഭൂമി സ്വന്തമാക്കുവാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? വലിയൊരു കുതന്ത്രം പ്രയോഗിക്കുവാണ്. എന്താണ്? ഒരു ഉപവാസ പ്രാർത്ഥന. ഇസബേൽ കണ്ട ഒരു മാതൃക എന്ന് പറയുന്നത്, അതിന്റെ ഘടകമെന്ന് പറയുന്നതാണ് ഉപവാസ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന, വലിയൊരു ഉപവാസ പ്രാർത്ഥന നടത്തുവാനായിട്ട് ക്രമീകരിച്ചു. ദേശത്തിന്റെ എല്ലാ ഭാഗങ്ങളും പ്രമാണിമാരെയും അങ്ങനെയുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തി നാബോത്തിനും ഒരു ഇരിപ്പിടം അവിടെ കൊടുത്തു. എന്നിട്ടെന്താണ്? തന്റെ അനുചരരെ കൊണ്ട് എന്താ പറയിക്കുന്നത്? ഇരിക്കുന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗമായപ്പോൾ ഈ ഇസബേൽ പറയിപ്പിക്കുകയാണ്, ഈ ഇരിക്കുന്ന നാബോത്തുണ്ടല്ലോ, ഈ നാബോത്ത് പറയുന്ന വ്യക്തി നമ്മുടെ ദൈവത്തിനെതിരായിട്ട് അവൻ പ്രസംഗിക്കുന്നവനാണ്, ദൈവത്തിനെതിരായിട്ട് അവൻ പ്രവർത്തിക്കുന്നവനാണ്. അതുതന്നെയുമല്ല, ഇസ്രയേലിന്റെ രാജാവിന് വിരോധമായിട്ട് അവൻ പ്രവർത്തിക്കുന്നവനാണ് എന്ന് തന്ത്രങ്ങളെ മെനയുന്ന ഇസബേലിനെയാണ് കാണുവാൻ സാധിക്കുന്നത്. ഉടനെ എന്താ ചെയ്യുന്നത്? നാബോത്തിന് ശിക്ഷ കൊടുക്കുകയാണ്. നാബോത്തിനെ വലിയ തുറസായ സ്ഥലത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവനെ ശിരച്ഛേദം ചെയ്യുകയാണ്. അവനെ കൊല ചെയ്യുന്ന ഒരു സംഭവമാണ് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ കൊല ചെയ്തുകൊണ്ട് നാബോത്തിന്റെ അവകാശം നേടിയെടുക്കുവാനായിട്ട് പോകുന്ന ആഹാബിന്റെയും ഇസബേലിന്റെയും അടുക്കിലേക്ക് യഹോവയാ ദൈവം തമ്പുരാൻ എലിയാ പ്രവാചകനെ
ഇസ്രായേലിന്റെ സിംഹഗർജനമായ പ്രവാചകനെ ശ്രേഷ്ഠനെ അറിയിച്ചുകൊണ്ട് എന്താ പറയുന്നത്? നാബോത്തിന്റെ രക്തം നീ എവിടെ വെച്ച് ചിന്തിയോ അവിടെ വെച്ച് തന്നെ നിങ്ങളുടെയും രക്തം ചീന്തപ്പെടും. അവനവന്റെ പ്രവർത്തിക്ക് പ്രതിപകരം കൊടുക്കുന്നവനാ ദൈവം. നീ എവിടെ വെച്ചാണ് ഈ സാധുവായിരിക്കുന്ന ഈ നിഷ്കളങ്കനായിരുന്ന നാബോത്തിന്റെ രക്തം ചീന്തുവാനായിട്ട് ഇടയായത്, ആ ഭൂമിയിൽ വെച്ച് തന്നെ ഞാൻ നിന്നെയും നശിപ്പിക്കുവാനായിട്ട് ഇടയാകും എന്ന് യഹോവയാ ദൈവം പ്രവാചകനിലൂടെ അരുളി ചെയ്യുകയാണ്. എന്താണ്? അവന്റെ വൈവാഹികമായ തെരഞ്ഞെടുപ്പ് വലിയ പ്രയാസത്തിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. ശലോമോന്റെ രാജകാലം മുതൽ നിന്നിരുന്ന വൈദേശികമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്താതെ വീണ്ടും വീണ്ടും സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകണമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ, ഒരു മൗഢ്യമായ അവസ്ഥ എന്താണ് ഈ ആഹാബിന്റെ ജീവിതത്തിൽ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല അനർത്ഥങ്ങൾക്കും വൈവാഹികമായ തെരഞ്ഞെടുപ്പ് ഒരു പരിധിവരെ കാരണമാകുന്നു എന്നുള്ളത് ഓർക്കുവാനായിട്ട് സാധ്യമാകണം. ചില നിസ്സാര കാര്യങ്ങൾക്ക് പോലും പലപ്പോഴും എല്ലാം ചിന്തിച്ച് ആലോചിക്കാവുന്ന നിസ്സാര കാര്യങ്ങൾക്ക് പോലും എന്താണ് മറുതലിച്ചുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തുന്ന അനേകം തലമുറകൾ ഇന്ന് ഭൂമിയിൽ വളരെ വർദ്ധിച്ചു വരികയാണ്. കുടുംബ ജീവിതങ്ങളിൽ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെവിടേക്കാണ്? വളരെ പരാജയത്തിലേക്ക്, ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. യഹോവയാ ദൈവം തമ്പുരാൻ എത്ര പവിത്രമായിട്ടാണ് വിവാഹ ബന്ധങ്ങൾ ഈ ഏദന്റെ പർദീസയിൽ പുനഃസ്ഥാപിച്ചത്, സൃഷ്ടിച്ചിരിക്കുന്നത്. പാപമില്ലാത്ത അവസ്ഥയിൽ, വളരെ സന്തോഷകരമായ അവസ്ഥയിൽ, വളരെ സമൃദ്ധിയുടെ അവസ്ഥയിലൂടെ കുടുംബത്തെ സൃഷ്ടിച്ചവനായ യഹോവയാ ദൈവം തമ്പുരാൻ ഇന്ന് പല കുടുംബ ബന്ധങ്ങളെയും കാണുമ്പോൾ ദൈവം കണ്ണീരൊഴുക്കുകയാണ്. ഞാൻ സൃഷ്ടിച്ച കുടുംബ ബന്ധങ്ങളിലൂടെ എന്തെല്ലാം അതിക്രമങ്ങൾ, എന്തെല്ലാം വഷളത്വങ്ങൾ കടന്നു പോകുന്നു. അടുത്ത കാലത്ത് പത്രത്തിലൂടെ വായിക്കുവാൻ സാധിച്ചു, ഒരു വലിയ സിനിമാ നടി തന്റെ ഭർത്താവിനോട് പറയുകയാണ്, ഒരു കാമുകി സ്വന്തം ഭാര്യയോട് പറയുകയാണ്. എന്താ പറയുന്നത്? ഞാൻ നിനക്ക് കോടികൾ തരാം. സ്വന്തം ഭാര്യയോട് പറയുക, ഞാൻ നിനക്ക് കോടികൾ തരാം, നിന്റെ ഭർത്താവിനെ എനിക്ക് വിട്ടു തന്നേരെ. ഞാൻ നിനക്ക് പട്ടണത്തിൽ വലിയ ഫ്ലാറ്റുകളും വലിയ സൗധങ്ങളും ഒക്കെ പണിതു തരാം, നിന്റെ ഭർത്താവിനെ എനിക്ക് വിട്ടുതരണം. എത്ര മോശമായിട്ടുള്ള, എത്ര ദുഃഖകരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ്. എത്ര പവിത്രമായ ബന്ധത്തിലൂടെ ആക്കപ്പെട്ടിരിക്കുന്ന വിവാഹ ബന്ധങ്ങളെ വിലപേശി മേടിക്കുന്ന ഒരു സംസ്കാരത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഓർത്ത് നോക്കണം, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എത്ര അനുഗ്രഹകരമായിരുന്നു പണ്ട് കാലങ്ങളിൽ. ഒരു 10-30 വർഷത്തിലേക്ക് നമ്മൾ പുറകോട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ജോയിന്റ് ഫാമിലി സിസ്റ്റമാണ്. അല്ല, ഒരു വീട്ടിലാണെങ്കിൽ 10-15 പേരൊക്കെ കാണും. എത്ര അനുഗ്രഹകരമായ കുടുംബജീവിതങ്ങൾ മുമ്പോട്ട് പോയി. ഇന്ന് കാണുന്ന സുഖ സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും കൂടി ഒരുപക്ഷെ ഒരു മുറിയൊക്കെ ആയിരിക്കും ഉള്ളത്. 3-4 മുറി ഒരു വീട്ടിൽ കാണുകയുള്ളൂ. ഈ ഭവനത്തിൽ എത്ര സന്തോഷകരമായിട്ട് 10-15 പേരൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. ഇന്നെന്താണ്? ഇന്ന് 2 മക്കളുണ്ടെങ്കിൽ 2 മക്കൾക്ക് 4 മുറികളാണ് കൊടുത്തത്. ഒന്ന് പഠിക്കാനുള്ള മുറി, ഒന്ന് കമ്പ്യൂട്ടർ കാണാനുള്ള മുറി. 4 മുറികൾ പേരൻസ് തന്നെ ഇടയാക്കുക. ജ്യേഷ്ഠന്റെ മുറിയിലേക്ക് അനുജൻ കയറരുത്. എന്തെങ്കിലും തമ്മിൽ വഴക്കിടുമ്പോൾ പേരൻസ്, മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കും, നീ ഇനിയും ജ്യേഷ്ഠന്റെ മുറിയിലേക്ക് കയറണ്ട, അവൻ അവിടുന്ന് പഠിച്ചോളും, അവിടുന്ന് കമ്പ്യൂട്ടർ കണ്ടോളും. എത്ര സ്വാർത്ഥമാവുകയാണ് കുടുംബ ബന്ധങ്ങൾ. നമ്മളൊക്കെയും എത്ര സ്വാർത്ഥരായിട്ട് മാറുകയാണ് ഈ ലോക ജീവിതത്തിൽ. എത്ര അനുഗ്രഹകരമായിട്ടുള്ള കുടുംബജീവിതങ്ങൾ നയിച്ചിരുന്ന സമൂഹം ഇന്ന് വളരെ സ്വാർത്ഥപരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഉണ്ണുവാനും ഉടുക്കുവാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരിടപ്പെട്ടത് അനുജനും വിടും, പിറ്റേ ദിവസം ജ്യേഷ്ഠനും വിടും, അങ്ങനെ മാറി മാറിയിടുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിലും നോക്കിയാൽ പോലും ഇന്ന് കുറ്റവും അതിനുള്ള പ്രയാസങ്ങളും കുടുംബജീവിതങ്ങൾ വളരെ വർദ്ധിച്ചു വരികയാണ്. എത്ര അനുഗ്രഹകരമായിട്ടാണ് ദൈവം തമ്പുരാൻ കുടുംബജീവിതം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ന് പലപ്പോഴും ആ കുടുംബജീവിതങ്ങളെല്ലാം ഇങ്ങനെ ദൈവസന്നിധിയിലൂടെ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, ദൈവത്തിന്റെ നന്മകളെ മറന്നുകൊണ്ട് നശിപ്പിക്കുവാനായിട്ട് തിരുന്ന സംസ്കാരം ഇന്ന് ലോകത്തിൽ വളരെ വർദ്ധിച്ചു വരികയാണ്. മാധ്യമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പരിധിവരെ മാതാപിതാക്കൾ തന്നെ ഇതിന് കാരണമാവുകയാണ്. മാതാപിതാക്കൾ എന്ന മക്കൾക്കോട് പറയുകയാണ്, നിങ്ങൾ എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്തു, കൈനിറയെ സമ്പാദ്യമായിട്ട് വന്നാൽ മതി, നിങ്ങൾ ഏത് പ്രവർത്തനങ്ങൾ കൂടിയൊക്കെയും കടന്നു പോയിക്കോ, പക്ഷെ കൈനിറയെ പണവുമായിട്ട് നിങ്ങൾ കടന്നു വരണം. ഇത് വളരെ ദോഷത്തിലേക്ക്, നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആഹാബിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പരാജയ കാരണം അവന്റെ വൈവാഹികമായ തിരഞ്ഞെടുപ്പായിരുന്നു. പ്രാർത്ഥനയില്ലാത്ത ജീവിതം, സത്യദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ജീവിതം, അതവിടെ നാശത്തിലേക്ക് കടന്നു പോവുകയാണ്.
നമ്മുടെ ഭവനങ്ങളിൽ ഇന്നെന്നാണ് പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥനകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ അതെല്ലാം മാധ്യമങ്ങൾ കവർന്നെടുക്കുകയാണ്. നമ്മുടെ രാത്രി പ്രാർത്ഥനയുടെ സമയങ്ങൾ എന്താണ്? സീരിയലുകളെയും സിനിമകളുടെയും മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ സമയങ്ങളെല്ലാം നഷ്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയുള്ള നല്ല കണ്ണുനീരുകളെല്ലാം ഈ സീരിയലുകളുടെ മുമ്പിൽ നമ്മൾ കളഞ്ഞു കുളിക്കുകയാണ്. കണ്ണുനീരെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിന്ന് കണ്ണുനീരില്ല. നമുക്ക് ദൈവസന്നിധിയിലേക്ക് ആരാധനയ്ക്കായിട്ട് വരുമ്പോൾ കണ്ണീരല്ല, കണ്ണീരെല്ലാം വറ്റിപ്പോയി. എവിടെ? നല്ല സീരിയലുകളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ഇതെല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. എൻ്റെ കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മളെക്കുറിച്ച്, നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. അതെന്താണ്? ദൈവം നമ്മളെ കൈപിടിച്ച്, ഇനിയും നിങ്ങൾ രണ്ടല്ല ഒരു സൃഷ്ടിയാണ്, ജീവിത അവസാനം വരെയും എൻ്റെ ദുഃഖത്തിലും എൻ്റെ സുഖത്തിലും എൻ്റെ രോഗത്തിലും എൻ്റെ പ്രയാസത്തിലും ഞങ്ങൾ ഒന്നായിരിക്കും, ഞങ്ങൾ ഒന്നായിട്ട് കടന്നു പോകും എന്നുള്ള ഒരു മനോഭാവത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നാലാമതായിട്ട് അഹാബിന്റെ ജീവിതത്തിൽ വന്ന പരാജയത്തിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവനവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയുള്ള ജീവിതമായിരുന്നു. ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അവന്റെ ആത്മാവിനെ, ദൈവത്തിന്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിച്ച അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയുള്ള ജീവിതം അവൻ എവിടേക്ക് കൊണ്ടുപോകുന്നു? പരാജയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആഴിയതിൽ ഓളങ്ങളാൽ അലഞ്ഞിടുമ്പോൾ എൻ പാടാകിൽ എൻ്റെ പ്രിയ നേശുണ്ട് ചേർന്നിടുമേ ഭാവേനാമാതിൽ എൻ്റെ പ്രിയ നേശുണ്ട് ചേർന്നിടുമേ ഭാവേനാമാതിൽ. നാലാമത്തെ ആഹാബിന്റെ ജീവിതത്തിലെ പരാജയത്തിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവനവന്റെ ആത്മാവിനെ നശിപ്പിച്ച് ജീവിച്ച വ്യക്തിയായിരുന്നു. 21-ാം അധ്യായത്തിന്റെ അവന്റെ അവസാന ഭാഗത്ത് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. ഇത് യോബ് അവൻ യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. അവന്റെ ഭാര്യയും അങ്ങനെ തന്നെയായിരുന്നു. അവനെന്താണ്? അവന്റെ ആത്മാവിനെ നഷ്ടമാക്കണം, വിറ്റുകളയുകയാണ്. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവിന്റെ സ്നേഹം അവൻ നഷ്ടപ്പെടുത്തുവാനായിട്ടിടയായി. ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടുന്ന വലിയൊരു കാര്യമാണ്, വലിയൊരു അവസ്ഥയാണ്. എന്താണെന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ ആത്മാവിനെ നഷ്ടപ്പെടുത്തുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടയായിട്ടുണ്ടോ? നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങളും, നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മകളും നമ്മുടെ ജീവിതത്തിൽ ആത്മാവിനെ നഷ്ടപ്പെടുന്ന കാരണങ്ങളായിട്ട് മാറുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പാപം ചെയ്യുന്നുവെങ്കിൽ, ദൈവത്തിന് ആത്മാവിന് വിരോധമായി ഞാൻ സംസാരിക്കുന്നുവെങ്കിൽ, എൻ്റെ കൂട്ടുകാരന് വിരോധമായിട്ട് ഞാൻ സംസാരിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവിനെ ഞാൻ നഷ്ടമാക്കുന്ന ഒരു പ്രതിഭാസത്തിലൂടെ കടന്നു പോവുകയാണ്. കാരണം എന്താണ്? പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യലേഖനം 1-ാം അധ്യായം 1 കൊരിന്ത്യലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ്? ദൈവത്തിന്റെ മന്ദിരമാണ്. സാധാരണ മന്ദിരമല്ല, ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുന്നുവെന്ന് നീ അറിയുന്നില്ലയോ? പരിശുദ്ധ മാമോദീസായിലൂടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിത്യജീവന് വേണ്ടി മുദ്രകുത്തപ്പെട്ടവരാണ് നാം എല്ലാവരും. നിത്യജീവന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളവരാണ്. ആത്മാവിനെ ഈ ലോക ജീവിതത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, ചിന്തയിലൂടെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ നിന്നും നാം അകന്നു പോകുന്ന ഒരു വലിയ ഘടകമായിട്ട് മാറുകയാണ്. ആഹാബിന്റെ ജീവിതത്തിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ ചിന്തയിൽ, അവരുടെ ഓരോ ക്രമീകരണങ്ങളുടെയും ദൈവത്തെ മറന്ന് പ്രവർത്തിക്കുവാനായിട്ട് അവിടെ ആത്മാവിനെ വിറ്റുകളയുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുവാനായിട്ടിടയായി. നോമ്പിൻ്റെതായിട്ടുള്ള അവസാന ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ പീഡാനുവാരമാകും. കർത്താവിന്റെ കുരിശുമരണത്തിന്റെ ആ നല്ല സ്മരണയെ നമ്മൾ ഓർക്കുവാനായിട്ടിടയാകും. അങ്ങനെ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? കുരിശു കുമ്പിടുവാനായിട്ട് അവിടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരും. ആ കുരിശു കുമ്പിട്ടുകൊണ്ട് നമ്മളെന്താ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങളുടെ ആത്മത്വത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന മശിഹാ തമ്പുരാനെ ഞങ്ങൾ കുമ്പിടുന്നു. കർത്താവെ, നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർത്തുകൊള്ളണമേ.
എന്താണ്? ഞങ്ങളുടെ ആത്മത്വത്തിന്, ഞങ്ങളുടെ ആത്മാവിന് രക്ഷയുണ്ടായി എന്ന മശിഹാ തമ്പുരാനെ നിന്നെ ഞങ്ങൾ കുമ്പിടുന്നു. ഞങ്ങളുടെ ആത്മാവിന് രക്ഷയുണ്ടാക്കി തന്ന ദൈവമേ, ഞങ്ങളുടെ ആത്മാവിനെ രക്ഷിച്ചവനാ ദൈവമേ, ആത്മാവിനെ തന്നവനാ ദൈവമേ, നിന്നെ ഞങ്ങൾ ഈ ലോകത്തിൽ കുമ്പിടുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പാപങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ ആത്മാവിന് വിരോധമായി നാം തെറ്റ് ചെയ്യുകയാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ ദാവീദ് എന്താ പറയുന്നത്? ദൈവത്തിന്റെ ആത്മാവിന് വിരോധമായി അവൻ വളരെ പശ്ചാത്താപവിവശനാവുകയാണ്. അവന്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റിനെ കുറിച്ച് അവന് മാനസാന്തരം ഉണ്ടായിക്കൊണ്ട് എന്താ പറയുന്നത്? ദൈവമേ, നിന്റെ ആത്മാവിന് വിരോധമായി ഞാൻ പാപം ചെയ്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ, കുറവുകൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു മനോഭാവത്തിലേക്ക് നാം കടന്നു വരണം. പശ്ചാത്താപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കുമ്പസാരിക്കുവാനായിട്ട് കടന്നു വരണം. ആത്മാർത്ഥമായിട്ട് അനുഭവിക്കുവാനായിട്ട് നമുക്ക് കടന്നു വരണം. പാപിനിയായ സ്ത്രീയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവളെന്താണ്? ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ മോഹങ്ങളിലൂടെ അവൾ സന്തോഷങ്ങളിലൂടെ കടന്നുപോയവളായിരുന്നു. പക്ഷെ അവള് അരുമനാഥന്റെ അടുക്കലേക്ക് കടന്നു വന്നു. എല്ലാവരും കൂടി പിടിച്ചുകെട്ടി അവളെ അരുമനാഥന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവളെന്താണ്? കർത്താവ് പറയുകയാണ്, എല്ലാവരും അവളെ കുറ്റം വിധിക്കുകയാണ്. ഇത് ലോകത്തിന്റെ കുറ്റം വിധിക്കുമ്പോൾ ലോകത്തിന്റെ തെറ്റുകളിലൂടെ കടന്നുപോയി. അരുമനാഥൻ എന്താ അവളോട് പറയുന്നത്? ഞാൻ അവൾക്കൊരു ശിക്ഷയും കൊടുക്കുന്നില്ല. മൗനമായിട്ട് പറയുകയാണ്, മകളെ, മേലിൽ നീ പാപം ചെയ്യരുത്. അവളെന്താ ചെയ്യുന്നത്? അവളുടെ സമ്പാദ്യമെല്ലാം തകർത്തു എറിഞ്ഞു കളയുകയാണ്. അവൾ തന്റെ സമ്പാദ്യം കൊണ്ട് വിലയേറെ തൈലം വാങ്ങി ഈ അരുമനാഥന്റെ അടുക്കിലേക്ക് വരികയാണ്. അവളുടെ പശ്ചാത്താപത്തോടുകൂടി അവളുടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവനും നശിപ്പിച്ചു, കുറെയൊക്കെ നശിപ്പിച്ചു. അത് കുറെ എടുത്ത് വാങ്ങി എന്താണ്? ഏറ്റവും വിലയേറിയതായ, ഏറ്റവും മൂല്യമായ തൈലം വാങ്ങി അരുമനാഥന്റെ പദാന്ത്യത്തിൽ അവള് കഴുകുകയാണ്. അവരുടെ കണ്ണുനീരുകളും കൂടി സമം ചേർത്ത് പശ്ചാത്താപ വിമർശയായിട്ട് അവളുടെ കണ്ണുനീരുകളും അവരുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം അരുമനാഥന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ എന്താ പറയുന്നത്? വള്ളത്തോട് പോലും പാടുകയാണ്. രനുശ്വര കവിയായിരുന്ന വള്ളത്തോട് എന്താ പാടുന്നത്? പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞെ, ദുഃഖം വെടിഞ്ഞ് നീ കൈക്കൊണ്ട വിശ്വാസം കാത്തു നിന്നെ, അപ്പോൾ പാതകം ചെയ്തതിനൊക്കെയുമേ ഈ പശ്ചാത്താപമേ പ്രായച്ചിത്വം. നിന്റെ ആത്മാവിന് വിരോധമായി നീ ചെയ്തു പോയ സകല പാപങ്ങൾക്കും ഈ പ്രായച്ചിത്തമാണ് നിനക്ക്, ഈ പശ്ചാത്താപമാണ് നിനക്ക് പാപപരിഹാരമായി ഭവിച്ചിരിക്കുന്നത്. നീ അതുകൊണ്ട് സന്തോഷത്തോടെ മടങ്ങിപ്പോയിക്കൊള്ളുക. നിന്റെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകുമ്പോൾ നീ എന്ത് ചെയ്യണം? നീ ദൈവസന്നിധിയിലേക്ക് പശ്ചാത്താപത്തോടെ അനുതാപ സ്വരങ്ങളുമായിട്ട് കടന്നു വരുവാനായിട്ട് നിനക്കിടയാകണം. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയിൽ പരിശുദ്ധ കുമ്പസാരമൊക്കെയും പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ അനുതാപത്തോടുകൂടി, വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ കുമ്പസാരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും നമുക്ക് ഏറ്റുപറയുവാനായിട്ട് നമുക്കിടയാകണം. ദൈവമേ, ഞാൻ മഹാപാപിയായ മനുഷ്യൻ, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട്. ഓരോ ദിവസവും എൻ്റെ കുടുംബ ജീവിതങ്ങളിൽ എൻ്റെ മക്കളോട്, എൻ്റെ ഭർത്താവിനോട്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോട്, എൻ്റെ മാതാപിതാക്കളോട് ഞാൻ എന്തെല്ലാം തെറ്റുകൾ, ഞാൻ ഭോഷത്വങ്ങൾ പറഞ്ഞിരിക്കുന്നു. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ എന്ന് വളരെ അനുതാപത്തോട് പ്രാർത്ഥിക്കുവാനായിട്ടിടയാകണം. ഇന്ന് സമൂഹത്തിൽ കാണുവാനില്ലാത്ത വലിയൊരു സ്ഥിതിവിശേഷമാണ് പശ്ചാത്താപം എന്ന് പറയുന്നത്. എന്ത് പ്രവർത്തിച്ചാലും ഒരു പശ്ചാത്താപമില്ല. ആഹാബിന്റെയും ഇസബാലിന്റെയും ജീവിതത്തിൽ വന്ന പരാജയം അവർക്ക് പശ്ചാത്താപമില്ലായിരുന്നു. യൂദയുടെ അനുഭവത്തിൽ വന്ന പരാജയം, യൂദ ആത്മഹത്യ ചെയ്യുവാനായിട്ടുള്ള കാരണം എന്താണ്? അവന്റെ ജീവിതത്തിൽ പശ്ചാത്താപമില്ലായിരുന്നു. പത്രോസ് ആണെങ്കിൽ അവൻ തെറ്റ് ചെയ്തുവെങ്കിലും പശ്ചാത്താപത്തു കണ്ണുനീരോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു. ദൈവസന്നിധിയിൽ അവൻ കുമ്പിട്ടു. അതുകൊണ്ട് അവന് പാപപരിഹാരം ലഭിക്കുവാനായിട്ടിടയായി. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് യഥാർത്ഥമായ പശ്ചാത്താപമില്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസകരമായിരിക്കുന്ന ഒരവസ്ഥ. ദൈവസന്നിധിയിൽ അകന്നു പോകുവാനുള്ള വലിയൊരു ഘടകമായി അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥമായി പശ്ചാത്തപിക്കുവാനായിട്ട്, ഞാൻ ചെയ്തു പോയ എൻ്റെ തെറ്റുകളെ കുറിച്ച് യഥാർത്ഥമായിട്ട് ഏറ്റുപറയുവാനായിട്ട് എനിക്ക് സാധിക്കുമോ? സാധിക്കുന്നില്ല. കുമ്പസാരിക്കുവാനായിട്ടൊക്കെ പല ആളുകൾ വരുമ്പോൾ ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കും. പല ഭവനങ്ങളും സഹോദരങ്ങളും മാതാപിതാക്കളും ഒക്കെ തമ്മിൽ വഴക്കുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കും, എന്താണ് ഈ ലോകമെന്ന് പറയുന്നത്? നശിച്ചു പോകുന്നതാണ്. ഈ ലോകത്തിൽ സഹോദരങ്ങളുമായിട്ടുള്ള സ്നേഹത്തിലൂടെ കടന്നു പോകണം. പണ്ട് കാലത്തൊക്കെ എത്ര സ്നേഹമായിരുന്നു, എത്ര ആഴമായിരുന്നു, എത്ര തീവ്രമായിരുന്നു സഹോദര ബന്ധം. എന്തെങ്കിലും ആപത്തുണ്ടാകുമ്പോൾ എല്ലാവരും കൂടി ഓടി അടുക്കുകയാണ്. ഇന്ന് ഓടി അടുക്കുകയില്ല. എന്താണ്? അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ കഴിഞ്ഞ വർഷം എന്നെ ഇതുപോലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ക്ഷമിക്കുവാനായിട്ട് സാധിക്കുകയില്ല അച്ഛാ. വളരെ തുറന്നങ്ങ് പറയുകയാണ്. വൈദ്യരുടെ അടുക്കൽ തുറന്നു പറയും, എനിക്ക് ക്ഷമിക്കുവാനായിട്ടൊന്നും സാധിക്കുകയില്ല അച്ഛാ. വേറെ എന്തെങ്കിലും പാപപരിഹാരം ഉണ്ടെങ്കിൽ തന്നു വിട്ടാൽ മതി, എനിക്ക് അവനോട് ക്ഷമിക്കാനൊന്നും പറ്റിയില്ല. അതിനനുസരിച്ചുള്ള പാപപരിഹാരമൊന്നും വേണ്ട. നമ്മുടെ ഹൃദയങ്ങൾ ഇന്നെ കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്.
ഈ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നോമ്പിന്റെ ആദ്യ ദിവസം പരിശുദ്ധ പിതാക്കന്മാര് നമുക്ക് വളരെ ശ്രേഷ്ഠമായ, വളരെ സൗന്ദര്യപ്രദമായ ഒരു ശുശ്രൂഷ, എന്താണ്? അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ നമുക്ക് തന്നിരിക്കുക, ക്ഷമയുടെ ശുശ്രൂഷ. അത് നമുക്ക് തന്നിരിക്കുമ്പോൾ നമ്മൾ കൈയെല്ലാം വളരെ ബാഹ്യമായിട്ട് കൈവസ്തൂരിയെ കൊടുത്തു പോയെന്നല്ലാതെ ആത്മാർത്ഥമായി ഒരു ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ദേഷ്യപ്പെട്ടവരോട്, തെറ്റ് ചെയ്തവരോട്, കോപിച്ചവരോട് ആത്മാർത്ഥമായി ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഇതെല്ലാം എവിടേക്ക് പോകുന്നു? നമ്മൾ ദൈവസന്നിധിയിൽ അകന്നു പോകുവാനുള്ള മുഖാന്തരങ്ങളായി മാറുകയാണ്. പശ്ചാത്താപമില്ലാത്ത അവസ്ഥ. ആഹാബിന്റെയും ഇസബേലിന്റെയും ജീവിതത്തിൽ അവിടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന, പശ്ചാത്താപമില്ലാത്ത, അനുതാപമില്ലാത്ത ഹൃദയവിചാരങ്ങളൂടി അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ അവരുടെ ജീവിതം വളരെ ദുരന്തപൂർണമായിരുന്നു. എന്താണ്? യേഹൂ എന്ന് പറയുന്ന സൈന്യം, അവരെല്ലാവരും കൂടി ഈ ഇസ്രായേലിനെ, ഈ ആഹാബിനെയും അവൻ രാജ്യത്തെയും ആക്രമിക്കുവാനായിട്ട് കടന്നു വരികയാണ്. യേഹൂവും സൈന്യവും അവന്റെ ഷണ്ണന്മാരെ കൊണ്ട് എന്താണ് ആഹാബിനെ ചിരച്ച് കൊല ചെയ്യുന്നതായിട്ടാണ് അവന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വായിക്കുവാനായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇങ്ങനെ ആഹാബിന്റെ ജീവിതം ഈ ലോകത്തിൽ 22 വർഷക്കാലം വളരെ സന്തോഷകരമായി ദൈവം കൊടുത്ത നന്മകളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇസ്രായേൽ രാജാവായിരുന്ന ആഹാബിന്റെയും ഇസബേലിന്റെയും ജീവിതം വളരെയധികം ദുരന്തപൂർണവും വളരെ പരാജയമായിരുന്നു. എന്താണ് പരാജയത്തിന് കാരണം? 4 കാരണങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. ഒന്നാമതായി, ദൈവത്തെ മറന്ന് അവൻ പ്രവർത്തിക്കുവാനായിട്ടിടയായി. ദൈവത്തിന്റെ വഴി നടത്തിപ്പോലെ അവൻ മറക്കുവാനായിട്ടിടയായി. ദൈവം തന്നെ നന്മകളെയെല്ലാം അഹംഭാവത്തോടുകൂടി കാണുവാനായിട്ടിടയായി. അതവന്റെ ജീവിതത്തിൽ പരാജയമായിരുന്നു. രണ്ടാമതായിട്ട്, കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവനായിരുന്നു. തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ഒരു സംസ്കാരത്തിലൂടെ അവൻ കടന്നു പോകുന്നവരായിരുന്നു. അവന്റെ ഭാര്യ അതിനുവേണ്ടി അവന് വേണ്ടുന്ന എല്ലാവിധമായ ഒത്താശകളും ഉത്സാഹവും ചെയ്തു കൊടുത്തുകൊണ്ടായിരുന്നു. മൂന്നാമതായിട്ട്, വൈവാഹികമായ തെരഞ്ഞെടുപ്പ് അവന്റെ ജീവിതത്തിൽ ഒരു പരാജയ കാരണമായിരുന്നു. നാലാമതായിട്ട്, അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലൂടെ അവൻ കടന്നുപോയി. കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും അനുഗ്രഹകരമായിട്ടുള്ള ഒരു സമ്മാനമാണ്. ഈ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എന്താണ്? നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ, നീ ദൈവസന്നിധിയിൽ സ്തുതിപ്പോടെ നിന്റെ ജീവിതം ദൈവസന്നിധിയിൽ ക്രമീകരിക്കുവാനായിട്ട് നിനക്കിടയാകുമ്പോൾ നിന്നെ അനുഗ്രഹിക്കുന്നവനായ, നിന്നെ വഴി നടത്തുന്നവനായ ഒരു ദൈവമുണ്ട് എന്ന് നിനക്ക് ഓർക്കുവാനായിട്ടിടയാകണം. അതുകൊണ്ട് സങ്കീർത്തനങ്ങളാലും ആത്മസ്വരങ്ങളാലും എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, അനുതാപ സ്വരങ്ങളോടുകൂടി നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നീ കടന്നു വരണം. ദൈവസന്നിധിയിലേക്ക് നീ മടങ്ങി വരണം. ഈ നോമ്പിലൂടെ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനുള്ള വലിയൊരു അവസരമാണ്. കർത്താവിന്റെ തിരുശരീരരക്തങ്ങൾ അനുഭവിക്കുന്നതിലൂടെ, കർത്താവിന്റെ തിരുശരീരരക്തങ്ങൾ അനുഭവിക്കുന്നതിലൂടെ നമ്മുടെ തെറ്റുകളെ കുറിച്ച് യഥാർത്ഥ ബോധ്യമുള്ളവരായി, ദൈവമേ, ഞാൻ മഹാപാപിയായ മനുഷ്യനാകുന്നു, ഞാൻ നിന്റെ തിരുസന്നിധിയിൽ തെറ്റുകളും കുറ്റങ്ങളും ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നിന്ന് കണ്ണുനീരോടെ കരഞ്ഞ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം യാചിച്ച് കർത്താവിന്റെ തിരുശരീരങ്ങളെ അനുഭവിക്കുവാനായിട്ട് നമുക്കിടയാവുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമാകുവാനായിട്ട് ഇടയാവും. കർത്താവിന്റെ തിരുശരീരരക്തങ്ങൾ അനുഭവിക്കണം. ഇന്നെല്ലാവരും പലപ്പോഴും വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരും, ഇഷ്ടമുള്ളപ്പോഴൊക്കെയാണ്. ഓർത്തഡോക്സുകാരെ സംബന്ധിച്ചിടത്തോളം അവൻ പലപ്പോഴും ഡിസിപ്ലിൻ ഇല്ലാത്തവനാണ്. അവൻ ഇഷ്ടമുള്ളപ്പോൾ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. ആരും വഴക്കോ, തിരുമേനിമാരുമില്ല, അച്ഛന്മാരുമില്ല, ഇടവപ്പൊതിയുമില്ല, ആരും അവനെ വഴക്ക് പറയാനില്ല. ഇഷ്ടമുള്ളപ്പോൾ പറ. പലരും വിശുദ്ധ കുർബാനയിൽ വരുന്നങ്ങനെ മദ്യമന്മാരായിട്ട്, മദ്യപാനികളല്ല, മദ്യമന്മാർ ഇഷ്ടമുള്ളപ്പോഴൊക്കെ കടന്നു. കുർബാനയുടെ മധ്യഭാഗമാകുമ്പോഴാണ് എല്ലാം കടന്നു വരുന്നത്. മധ്യഭാഗമാകുമ്പോൾ കടന്നു വരും. പിന്നെ എന്താ, വളരെ തത്രപ്പെട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും അവസാനം ആശീർവാദം നോക്കി നിൽക്കുക. ആശീർവാദമാകുമ്പോഴേക്ക് വളരെ സന്തോഷം, അച്ഛനെ ചിലപ്പം കൈമുത്താതെ തന്നെ അച്ഛനോട് ടാറ്റ പറഞ്ഞ് കടന്നു പോകുന്നത് എന്നൊരു സംസ്കാരത്തിലൂടെ നമ്മളെല്ലാവരും കടന്നു പോവുകയാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, കർത്താവിൽ ദൈവോക്തരായ വിശ്വാസിയെ, നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? നീ ആരാധനയിൽ പരിപൂർണമായിട്ട് സംബന്ധിക്കണം. നമസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ കുർബാനയുടെ ആദ്യ ഭാഗമാണ്. നമസ്കാരം മുതൽ സംബന്ധിക്കണം. നമസ്കാരങ്ങളെല്ലാം ഏറ്റുചൊല്ലണം. പ്രതിവാക്യങ്ങളെല്ലാം വളരെ ഭംഗിയോടുകൂടി ഏറ്റുചൊല്ലണം. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന വലിയ മാതൃകയാണ്. ഇന്നും ദേവാലയങ്ങളൊക്കെ പോകുമ്പോൾ കുറച്ചൊക്കെ സന്തോഷമുണ്ട്. നമ്മളെ വാർദ്ധക്യത്തിലായിരിക്കും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെയും ചട്ടയും മുണ്ടും വെള്ള ഉടുപ്പും ഒക്കെ ധരിച്ച് അതിരാവിലെ തന്നെ ദേവാലയങ്ങളിലേക്ക് കടന്നു വരുന്ന അനേകം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് വളരെ സന്തോഷകരമായിരിക്കുന്ന
നമ്മുടെ സഭയുടെ തന്നെ, നമ്മുടെ ദേവാലയങ്ങളുടെ നിലനിൽപ്പിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാരണമൊക്കെയും അത് തന്നെയാണ്. അവരുടെ പ്രാർത്ഥനയാണ്, അവരുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന, അവരുടെ നോമ്പുകളും പ്രാർത്ഥനകളും ഒക്കെയാണ് നമ്മളെ ഇങ്ങനെ താങ്ങി നിർത്തുമെന്ന് ഒരിക്കലും നമുക്ക് വിസ്മരിക്കുവാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് നമ്മുടെ വെളിവ് നിറഞ്ഞ ചെല്ലുമ്പോഴല്ല, നമസ്കാരം ആരംഭിക്കുമ്പോൾ മുതൽ വിശുദ്ധ കുർബാനയുടെ ഒരുക്കങ്ങൾ അവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലയോ സഹോദര സഹോദരി, മാതാപിതാക്കളെ, നമസ്കാരം ആരംഭിക്കുമ്പോൾ തന്നെ നീ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലണം. ദേവാലയത്തിൽ നിന്നുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അല്ലാതെ വിശുദ്ധ കുർബാന ഇല്ലുന്നവരുടെ കുർബാന ഭംഗിയായിരുന്നോ, പ്രസംഗം ഭംഗിയായിരുന്നോ, കാപ്പ നല്ലതായിരുന്നോ, ഇതൊക്കെ നോക്കുവാനായിട്ട് നിനക്ക് ഇടയാകരുത്. നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മളെല്ലാം എന്താണ്, ഒരു ഉപരി വിപ്ലവമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോവുകയാണ്. ആന്തരികമായ ഒരു അനുതാപം, ആന്തരികമായ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുവാനായിട്ട് ഇന്നിടയെ അനുതാപത്തോടെ പ്രാർത്ഥിക്കണം. ഞാൻ പണ്ട് ചേപ്പാട്ട് സൺഡേ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ മാതൃയുടെ ഏവൂർ സെന്റ് മേരീസ് ഇടവകയാണ്, കൊച്ചു ദേവാലയമാണ്, 35 വീട്ടുകാർ മാത്രമേ ഉള്ളൂ. ചേപ്പാട് സെന്റ് ജോർജ് ഇടവകയിൽ നിന്നും സൺഡേ സ്കൂളായിട്ട് മാറിയൊരു ഇടവകയാണ്. അവിടുത്തെ ഏക വൈദികനാണ്. പണ്ടെന്നെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച് ചേപ്പാട്ട് പോസ്റ്റ് മാസ്റ്ററായിട്ടൊക്കെ ഇരുന്നത് ജോർജ് സാറും ഒക്കെയാണ്. ജോർജ് സാറൊക്കെയും വളരെ ഭംഗിയോടുകൂടി സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു. അദ്ദേഹം വളരെ കണ്ണുനീരോടെ പറയുമായിരുന്നു. അദ്ദേഹത്തിന്റെ പൈതൽ പ്രായത്തിലെ അനുഭവങ്ങളൊക്കെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അദ്ദേഹം പറയുവാണ്, ഞങ്ങൾ എന്താ അന്ന് ഉണ്ണുവാനും ഉടുക്കുവാനും ഒന്നുമില്ല, ഒരു തോൾമുറിമുണ്ടോ മാത്രം, ഇങ്ങനെ ഒരു ഒറ്റമുണ്ട് മാത്രം ഇങ്ങനെ ഇട്ടുകൊണ്ടാണ് എല്ലാവരും ദേവാലയത്തിലേക്ക്. ആരും സൗന്ദര്യം നോക്കാനില്ല, എല്ലാവരും അവർ വസ്ത്രത്തിന്റെ തുങ്ങൽ നോക്കാനില്ല, വസ്ത്രം ഏത് സാരിയാണ്, ഏത് ഷർട്ടാണ് ധരിച്ചിരിക്കും നോക്കുവാനോ ഉള്ള അവസരങ്ങളില്ല, അതിനുള്ള സാഹചര്യങ്ങളുമില്ല. എല്ലാവർക്കും നോക്കുവാനുള്ളത് എവിടെ മാത്രമേ ഉള്ളൂ? വിശുദ്ധ അൾത്താരയിൽ മാത്രമേ ഉള്ളൂ. കർത്താവിന്റെ തിരുശരീരങ്ങൾ എടുത്ത് ആഘോഷിക്കപ്പെടുന്ന ആ വിശുദ്ധ മദ്ബായിൽ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഒരേ നേതൃത്വത്തോടുകൂടി, ഒരേ ആത്മാവോടുകൂടി എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. മനോഹരമായിരിക്കും ദേവാലയങ്ങളില്ല, പലപ്പോഴും എന്താണ് തുറസായ സ്ഥലത്തു നിന്നോടൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എല്ലാവരും വിശുദ്ധ കുർബാനയൊക്കെ പടിഞ്ഞാറോട്ട് എഴുന്നള്ളി ആഘോഷിച്ചുകൊണ്ടുവരുമ്പോൾ എല്ലാവരും ഉച്ചത്തിൽ കരയുകയാണ്. ഉച്ചത്തിൽ കണ്ണുനീർ, എല്ലാവരും കണ്ണുനീരോടെ കരയുന്ന ഒരു അനുഭവം ആദിമ സമയത്തുണ്ടായിരുന്നു. അന്ന് കാലത്തൊക്കെയും പഴയ കാലത്ത് സുറിയാനിയിലൊക്കെ ആരാധന നടത്തിയിരുന്നത്. പക്ഷെ ഏത് ഭാഷയായിക്കൊള്ളട്ടെ, വിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ട് ആഘോഷിച്ചുകൊണ്ട് വരുമ്പോൾ എല്ലാവരും വളരെ കണ്ണുനീരോടെ ഉച്ചത്തിൽ കരയുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും ചിരിക്കുന്ന ആളുകളെ പോലും ഞാൻ കുർബാനയിൽ കണ്ടിട്ടുണ്ട്. പ്രിയരെ, ദുഃഖത്തോട് പറയുകയാണ്, നമ്മുടെ ആരാധനയിൽ ചിരിക്കുന്ന ആളുകളെ പോലും, വിശുദ്ധ കുർബാന വരുമ്പോൾ പോലും മൗനമായിട്ടെങ്കിലും ചിരിക്കുന്ന ആളുകളെ പോലും വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും. ഈ അനുഗ്രഹത്തിന് ശാപം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധ്യമല്ല. കുർബാനയിൽ നീ അനുതാപത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട സമയം, ദേവാലയത്തിൽ വന്നാൽ നീ ഭോഷ എന്ന് വിളിക്കുവാൻ പോലും നിനക്ക് അവകാശമില്ല. കാരണം നീ ദൈവത്തിന്റെ സന്നിധിയിലാണ് നിൽക്കുന്നത്, ദൈവത്തിന്റെ ആലയത്തിലാണ് നിൽക്കുന്നതെന്നുള്ള ഒരു ബോധ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ബോധ്യം നീ നഷ്ടപ്പെടുത്തുവാനായിട്ട് ഇടയാകരുത്. ഈ ദൈവത്തിൽ പൊതുയോഗങ്ങളൊക്കെ നടക്കുമ്പോൾ ഇഷ്ടമുള്ളതുപോലെയൊക്കെ സംസാരിക്കും. ഇന്ന് പൊതുയോഗങ്ങളൊക്കെ നടന്ന ദേവാലയങ്ങൾ വെച്ചാൽ കാരണം എന്താണ്? ദേവാലയത്തിൽ ദൈവം വസിക്കുന്ന ആലയമാണെന്നുള്ളൊരു മനോഭാവത്തിലാണ് അതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷെ അവിടങ്ങളിൽ പോലും എന്താണ്, പലപ്പോഴും അതിന് വിപരീതമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളിലൂടെയൊക്കെയും കടന്നു പോകുന്ന ഒരു സംസ്കാരം എന്നുണ്ട്. ഇതെവിടേക്ക് പോകുന്നു? ഇത് അനുഗ്രഹത്തിലേക്കല്ല, ഇത് ശാപത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് ദൈവം വസിക്കുന്ന ആലയമാണ്, ഇവിടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു സമയമാണെന്നുള്ള ഒരു ചിന്ത, മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെയധികം ആവശ്യമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ, ദൈവം തന്നിരിക്കുന്ന ഈ ജീവനെ അത് നഷ്ടപ്പെടുത്താതെ ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കുവാനുള്ളവരാണ് എന്നുള്ളൊരു ബോധ്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആരാധനയിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുവാനായിട്ട് സത്യ അനുതാപത്തിലോടുകൂടി, സത്യകുംഭാസാരത്തിലോടുകൂടി നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും അനുതാപത്തോടുകൂടി കർത്താവിന്റെ തിരുശരീരങ്ങൾ അനുഭവിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് വരേണ്ടത് വളരെയധികം ആവശ്യമാണ്. ബോധമുള്ളവരായി, ദൈവം തന്നിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ കുറിച്ച് അവബോധമുള്ളവരായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു വാർദ്ധക്യമായിരിക്കുന്ന മാതാവ് പറയുന്നുണ്ട്, ഐ ഹാവ് ബണ്ടിൽ ഓഫ് നത്തിങ്സ് ബട്ട് ഐ ഹാവ് ഗോട്ട് മൈ ഗോഡ്. എനിക്കൊത്തിരി പരാധീനതകളുണ്ട്, എനിക്കൊത്തിരി കുറവുകളുണ്ട്. ഞാൻ ആയിരുന്ന സമയത്തൊക്കെയും എനിക്കൊത്തിരി സന്തോഷങ്ങളൂടി കടന്നു പോയിട്ടുണ്ട്.
ഞാൻ സ്ത്രീ സമാജത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ആത്മീയ കാര്യങ്ങളിലൂടെയും കടന്നുപോയവളാണ്. പക്ഷെ എൻ്റെ വാർദ്ധക്യം വന്നപ്പോൾ എനിക്ക് പ്രയാസമുണ്ട്. വേദോത്സവം നെഞ്ചോട് ചേർത്തുകൊണ്ട് പറയുകയാണ്, ഐ ഹാവ് ബണ്ടിൽ ഓഫ് നത്തിങ്സ് ബട്ട് ഐ ഹാവ് ഗോഡ് മൈ ഗോഡ്. എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. എൻ്റെ എല്ലാ പ്രയാസങ്ങളെയും മാറ്റുവാൻ, എൻ്റെ എല്ലാ രോഗങ്ങളെയും മാറ്റുവാൻ. എനിക്ക് രോഗം വന്നുകൊള്ളട്ടെ, എനിക്ക് പ്രയാസം വന്നുകൊള്ളട്ടെ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കച്ചവടത്തിൽ പരാജയങ്ങൾ സംഭവിച്ചുകൊള്ളട്ടെ, ഞാൻ എന്തിനാണ് ഭയക്കുന്നത്? എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. എല്ലാ മരുഭൂമിയുടെ അവസ്ഥകളെയും എല്ലാ നിസ്സഹായ അവസ്ഥകളെയും മലർവാടികളാക്കുവാനായിട്ട് കഴിവുള്ളവനായ ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. ഈ ഒരു വിശ്വാസം കർത്താവിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നോമ്പിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങൾ ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനുതാപത്തോടുകൂടി, സ്തോത്ര സംഗീതത്തോടുകൂടി, പശ്ചാത്താപത്തോടുകൂടി, ദൈവമേ മഹാഭാവിയാനോട് കരുണയുണ്ടാകണമേ. ദൈവമേ, നീ തന്നിരിക്കുന്ന നന്മകളെ എപ്പോഴും ഓർത്തുകൊണ്ട് നിന്നും അകന്നു പോകാതെ എനിക്ക് ഇഷ്ടമുള്ളവനായി എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാനായി ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ 2 കഥാപാത്രങ്ങളെ നമുക്കിവിടെ പഠിക്കുവാനായിട്ട് സാധിച്ചു. ഇസ്രയേലിലെ യുവരാജാവായിരുന്ന ആഹാബും അവന്റെ പട്ടമഹിഷിയായിരുന്ന ഇസബേലും. വളരെ അനുഗ്രഹകരമായ ദൈവം കൊടുത്ത ജീവിതം. പക്ഷെ അവർ ആ ജീവിതത്തെ നശിപ്പിച്ചു കളയുവാനായിട്ട് ഇടയാവുകയാണ്. ഒത്തിരി കാരണങ്ങൾ അതിന്റെ പുറകിലുണ്ട്. പ്രധാനമായും 4 ഘടകങ്ങളാണ് നമുക്ക് പഠിക്കുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ളവരെ, ഇപ്രകാരമുള്ള ഘടകങ്ങൾ, ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവത്തെ കൂടുതൽ ഇഴുകിച്ചേർന്നുകൊണ്ട്, ദൈവത്തെ മുറുകി പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനൊരു അവസരമൊരുക്കി തന്ന ഈ പരിമല സെമിനാരിയുടെ പ്രിയപ്പെട്ട റമ്പാച്ചനോടും അന്യവൈദിക ശ്രേഷ്ഠരോടും നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.